വേദിയിലും സംശമിക്കുന്ന മാന്യ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. തൃശ്ശൂർ ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ നിർദ്ദേശപ്രകാരം ഒരു കാർഷിക ക്ലബ്ബ് രൂപീകരിക്കാൻ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ആണ് നാം ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. കൃഷി വിജ്ഞാനം വർദ്ധിപ്പിക്കുക, അടുത്തത്തോട്ടം, മറ്റുപാവ കൃഷി എന്നിവ പ്രോത്സാഹിപ്പിക്കുക, കൃഷിക്കാർക്ക് മാർഗനിർദ്ദേശം നൽകുക, ജൈവ കൃഷിയുടെ ശാസ്ത്രീയവും പ്രായോഗികമായ നൂതന രീതികൾ പരിശീലിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് നമ്മൾ ഈ ക്ലബ്ബ് രൂപീകരിക്കുന്നത്. ഓൾറെഡി തന്നെ നമ്മുടെ നജീബ് സാറ് കാര്യം പറഞ്ഞു. ഇന്ന് ഇവിടെ കാർഷിക ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്യാൻ അത് വേണ്ട വിധത്തിൽ പ്രാവർത്തികമാക്കാനും ഉപകാരപ്രദമാക്കാനും ഇവിടെ കൂടിയിരിക്കുന്ന നാം എല്ലാവരും പരിശ്രമിക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ സ്വാഗതം ചെയ്യുക എന്ന തത്വത്തിലേക്ക് കിടക്കട്ടെ. കാർഷിക ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിയിരിക്കുന്നത് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പ്രൊഫസറും പ്ലാന്റ് പ്രൊപ്പഗേഷൻ ആൻഡ് നഴ്സറി മാനേജ്മെന്റ് യൂണിറ്റിന്റെ ഹെഡുമായ ബഹുമാനപ്പെട്ട ഡോക്ടർ അനുപമ ടിവിയാണ്. മാഡത്തിനെ റണ്ണേഴ്സ് ക്ലബിന്റെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഏറെ സ്നേഹത്തോടും ബഹുമാനത്തോടും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളു. ഇന്ന് മുഖ്യ പ്രഭാഷണം നടത്തുവാൻ ഇവിടെ എത്തിയിരിക്കുന്നത് വിൽവട്ടം കൃഷിഭവനിലെ അഗ്രികൾച്ചറിന്റെ ബഹുമാനപ്പെട്ട ശ്രീ ജയ്സൺ വർഗീസ് സാറാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പിന്നെ കൂടാതെ വേദിയിലിരിക്കുന്ന യോഗാധ്യക്ഷൻ താൽക്കാലികമാണ് പ്രസിഡന്റാണ് ശ്രീ യു സതീഷ് കുമാർ, സെക്രട്ടറി നജീബ് സാറ്. ആശംസകൾ അർപ്പിക്കാൻ ഇവിടെ എത്തിയിരിക്കുന്ന ലൈബ്രറി കൗൺസിൽ അംഗം ശ്രീ കെ ഭാസ്കരൻ സാർ, ശ്രീ MV ശ്രീകുമാർ, വൈസ് പ്രസിഡന്റ് ബിന്ദു ദിനേശ്, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും, കൂടാതെ ജോയിന്റ് സെക്രട്ടറി നമ്മുടെ വിനോദ് കുമാർ വരാന്ന് പറഞ്ഞിട്ടുണ്ട്, വരാൻ എത്തിയിട്ടില്ല. അദ്ദേഹത്തെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും ഏറെ സ്നേഹത്തോടെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് തുടർ യോഗ നടപടികൾ അധ്യക്ഷം വഹിക്കുന്നതിനായി താൽക്കാലിക യോഗാധ്യക്ഷനാണ് ശ്രീ കെ ഭാസ്കരൻ സാറിനെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. അല്ല പാപ്പ പിന്നെ നമ്മുടെ ഈ കാർഷിക സംഗമം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നത് അനുപമ ടിവിയാണ്. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പ്രൊഫസറാണ്. അതിപൂർവ്വ പ്രഭാഷണം നടത്താനായിട്ട് ജയ്സൺ വർഗീസ് ആദരപൂർവ്വം കഴിഞ്ഞു. എല്ലാവർക്കും നമസ്കാരം. അധ്യക്ഷൻ, അതുപോലെ നമ്മുടെ ഉദ്ഘാടക അജയൻ സാറ്, പിന്നെ വൈസ് പ്രസിഡന്റ്, മറ്റു ലൈബ്രറി കൗൺസിൽ അംഗങ്ങളെ, നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ഇങ്ങനെ ഇപ്പോൾ നമ്മുടെ കൃഷിഭവനെ സംബന്ധിച്ചിടത്തോളം രണ്ട് ഗ്രൂപ്പുകളാണ് ഇങ്ങനൊരു ആവശ്യവുമായിട്ട് വന്നത്. ഒന്ന് നമ്മുടെ വില്ലട ഭാഗത്തുള്ള കാർഷിക ക്ലബ്ബ് രൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ളൊരു യോഗം. പക്ഷെ ആ യോഗം എന്തുകൊണ്ടോ അന്നെന്തോ അവിടെ ആരും മരിച്ചിട്ട് ആ സംഭവം നടന്നില്ല. എന്നിരുന്നാലും അവര് ക്ലബ്ബ് രൂപീകരിക്കുകയും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഉദ്ഘാടനമായിട്ട് നടത്തിയില്ല. അപ്പൊ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ കൃഷിഭവൻ പരിധിയിൽ ഒരു ക്ലബ്ബ് ഇങ്ങനെയൊരു സംരംഭത്തിന് മുതിരുന്നത്. അപ്പൊ അങ്ങനെ ആ ഒരു സംരംഭത്തിന് നിങ്ങൾക്ക് ആദ്യമേ തന്നെ ഞാൻ എന്റെ കൃഷിഭവന്റെ പേരിലുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അപ്പോ അതിന്റെ ഉദ്ഘാടനത്തിന്റെ കാര്യം പറയുമ്പോഴാണ് ഈ എല്ലാം ഉദ്ഘാടനം ചെയ്തു വെക്കാൻ നമുക്ക് എല്ലാവർക്കും നല്ല താല്പര്യമുണ്ട്, തിടുക്കുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്യാൻ. പക്ഷെ അത് കഴിഞ്ഞിട്ട് അതിനെ ഒന്ന് സുസ്ഥിരമായിട്ട് ഞങ്ങളുടെ ഭാഷയിൽ പറയും സുസ്ഥിരമായ ഒരു വികസനം എന്നൊക്കെ നമ്മൾ പറയും. രാഷ്ട്രീയ കക്ഷികളും എല്ലാവരും പറയും. അപ്പൊ അങ്ങനെ ഒരു വികസനം അല്ലെങ്കിൽ അങ്ങനെ ഒരു സംരംഭം ഇത് തുടർന്നുകൊണ്ട് പോകുവാൻ ആരും മെനക്കെടാറില്ല.
അതിന്റെ പ്രധാന കാരണങ്ങൾ നിങ്ങൾക്കറിയാം. നിങ്ങളൊക്കെ ഒരുവിധം വീടുകളിൽ കൃഷി ചെയ്യുന്നത് ഇവിടെ കോർപ്പറേഷൻ പരിധി ചെയ്തുകൊണ്ട് വീടുകളിലുള്ള കൃഷിയായിരിക്കും, അല്ലെങ്കിൽ ഗ്രോ ബാഗിലുള്ള കൃഷിയായിരിക്കും നിങ്ങൾ കൂടുതലും അവലംബിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതില് അസുഖങ്ങൾ വരുന്നു, ഉദ്ദേശിച്ച ഫലം കിട്ടുന്നില്ല, നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയിരിക്കുന്ന ആ ഒരു ഭംഗി നമുക്ക് കിട്ടുന്നില്ല. അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ കൊണ്ട് നമ്മൾ തുടങ്ങിയ പദ്ധതിന്റെ ചെലവ് കൂടുന്നു. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് നമ്മളിത് പിന്നോക്കം പോവുകയാണ്. അപ്പൊ പിന്നോക്കം പോകുമ്പോൾ ഉള്ള പ്രശ്നങ്ങള് നിങ്ങൾക്കറിയാം, എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം അത് ഉദ്ഘാടക ക്ലാസ്സിൽ ഇത്തിരി കൂടെ വിശദമായിട്ട് തന്നെ പറഞ്ഞു തരും. അപ്പൊ നമ്മള് ജൈവ കൃഷി, നിങ്ങളുടെ ഒരു വാക്ക് മാത്രമാണ് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ജൈവ കൃഷി. അപ്പൊ ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്നാണ് നമ്മുടെ ഒരു ഉദ്ദേശം, ഈ ക്ലബിന്റെ ഒരു ഉദ്ദേശം. അപ്പോ ജൈവ കൃഷി എങ്ങനെ പ്രോത്സാഹിപ്പിക്കും എന്നുള്ളത് നമ്മുടെ മുമ്പിൽ ഒരു ചോദ്യത്തിനാണ്. അപ്പൊ ജൈവ കൃഷി പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നമുക്ക് എന്താ ഗുണം? നിങ്ങൾക്കറിയാം, നമ്മുടെ അവിടെ ഒരു ഹോർട്ടി സ്റ്റോർ ഇപ്പൊ തുടങ്ങി, അതുപോലെ തന്നെ എക്കോ ഷോപ്പ് ഉണ്ട് അവിടെ കർഷകർ കൊണ്ടുവരുന്ന ഉൽപ്പന്നങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോ ഹോർട്ടി കോർപ്പ് സംഭരിക്കുന്ന ഉൽപ്പന്നങ്ങളും നമുക്ക് അവിടെ വിൽപ്പനയ്ക്കുണ്ട്. അപ്പൊ രണ്ടിന്റെ വില നിങ്ങൾ നോക്കുമ്പോൾ രണ്ടും വില നല്ല വ്യത്യാസമുണ്ട്. കാരണം കർഷകൻ കൊണ്ടുവരുന്ന ഒരു കിലോ വെണ്ടയ്ക്ക് ആൾക്ക് നമ്മൾ 50 രൂപ കൊടുത്ത് അത് അതിന്റെ ഒരു കമ്മീഷൻ എടുത്തിട്ടാണ് നമുക്ക് വിപണനം ചെയ്യുന്നത്. പക്ഷെ ഹോർട്ടികോർപ്പിന്റെ വരുമ്പോൾ നമുക്ക് അതൊരു 30 രൂപയ്ക്ക് കിട്ടും. അപ്പോ നമ്മൾ എങ്ങനെ അത് ഏതാ വാങ്ങാം? നമ്മൾ 30 രൂപയുടെയാണ് വാങ്ങുള്ളൂ. അപ്പൊ അതിന്റെ ചെലവ് കൂടുതലാണ്. അപ്പോൾ ജൈവ കൃഷിയിലൂടെ നടത്തുന്നതിന്റെ ചെലവ് കൂടുമ്പോൾ നമ്മൾ ഏത് വാങ്ങും? നമ്മള് ലാഭം നോക്കിയിട്ട് ഏതോ വാങ്ങുള്ളൂ? വില കുറവിന്റെ സാധനങ്ങളെ വാങ്ങുള്ളൂ. വില കുറവിന്റെ സാധനങ്ങൾ മോശമാണെന്നല്ലാണ്ട് ഞാൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഒരു ക്രൈറ്റീരിയ വരുമ്പോ നമ്മുടെ ഉൽപ്പന്നങ്ങൾ നമുക്ക് കൂടുതൽ വരുമ്പോ വിപണനം ഒരു പ്രശ്നമായിട്ട് വരും. അങ്ങനെയുള്ള സാഹചര്യത്തില് നമ്മൾ എന്ത് ചെയ്യും? നന്നായിട്ട് കൃഷി ചെയ്യുന്ന കർഷകര് ഈ ജൈവ കൃഷിയിൽ നിന്ന് പതുക്കെ മാറി മറ്റു കൃഷി രീതികളിലേക്ക് പോകും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ആരോഗ്യത്തെയാണ് അത് ബാധിക്കുക. നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മുടെ ജൈവ കൃഷി നല്ല രീതിയിൽ ആരോഗ്യകരമായിട്ട് നടത്തണമെങ്കിൽ നമ്മൾ 3 കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഒന്ന്, മണ്ണിന്റെ ആരോഗ്യം. മണ്ണിന്റെ ആരോഗ്യം അത് നമുക്ക് ശ്രദ്ധിക്കാറില്ല. നമ്മൾ നമ്മുടെ ആരോഗ്യം മാത്രമേ ശ്രദ്ധിക്കാറുള്ളൂ. നമ്മൾ എന്ത് വന്നാലും നമ്മുടെ ഗ്രോ ബാഗ് അത് നശിച്ചു കഴിഞ്ഞാൽ അത് തന്നെ ഒന്നും കൂടെ ഒന്ന് ശരിയാക്കി ഒന്ന് പരിവപ്പെടുത്തി എടുത്തിട്ട് വീണ്ടും അതിൽ തന്നെയാണ് അതേ വിള തന്നെയായിരിക്കും ചിലപ്പോൾ ചെയ്യാം, അല്ലേ? അങ്ങനെയായിരിക്കും ഭൂരിഭാഗം ചെയ്യാം. അപ്പൊ അതിനെ ഒന്ന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഓരോ തവണ വിളവ് എടുത്തു കഴിയുമ്പോഴും അതിൽ നിന്നുള്ള സാധനങ്ങളാണ് വലിച്ചെടുക്കുന്നത്. അപ്പൊ അത് അനുസരിച്ചുള്ള സാധനങ്ങൾ ആ ഗ്രോ ബാഗിലേക്ക് നിറച്ചു കൊടുത്താലാണ് പിന്നീട് നമ്മൾ ഉദ്ദേശിച്ച വിളവ് അതിലേക്ക് വരികയുള്ളൂ. അപ്പൊ ഗ്രോ ബാഗിൽ ചെയ്യുന്നതാണെങ്കിലും മണ്ണിൽ ചെയ്യുന്നതാണെങ്കിലും നിലത്ത് ചെയ്യുന്നതാണെങ്കിലും മണ്ണിനെയാണ് ആദ്യം ആരോഗ്യമാക്കുന്നത്. അപ്പൊ മണ്ണിനെ ആരോഗ്യം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്യേണ്ടത് എനിക്കറിയില്ല. ചിലപ്പോൾ ചെയ്യുന്നവരായിരിക്കും. കുമ്മായ ആരും ഇടുന്ന സമ്പ്രദായം ഉണ്ടോ? ഓരോ തവണയും ഗ്രോ ബാഗ് മാറ്റുമ്പോഴും കുമ്മായം ചെയ്യുന്നവരുണ്ടാ? കുറച്ചെങ്കിലും ഉണ്ടാവും. ചെയ്യുന്നവരില്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞുള്ളൂ. അപ്പോ അത് ചെയ്തിട്ട് അതിന്റെ പുളിപ്പ് മാറ്റിയിട്ട് വേണം നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ. പിന്നെ ഈ ജൈവ രീതിയിൽ ചെയ്യുമ്പോൾ രണ്ടാമത്തെ കാര്യം നമ്മുടെ ആരോഗ്യമാണ്. മണ്ണിന്റെ ആരോഗ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ ആരോഗ്യം നോക്കണം. അതുപോലെ തന്നെ നമ്മുടെ ആവാസ വ്യവസ്ഥയും നമ്മൾ പരിരക്ഷിക്കണം. അപ്പൊ മണ്ണിന്റെ ആരോഗ്യം കഴിഞ്ഞിട്ട് നമ്മൾ ഈ ആവാസ വ്യവസ്ഥയിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, നമ്മളൊരു ചെടി ഏതെങ്കിലും നട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ കീടങ്ങൾ വരും. കീടങ്ങൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം അടിക്കുക എന്താ? ചെറിയ രീതിയിൽ പുകയില കഷായം, അതുപോലെ വേപ്പെണ്ണ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അടിക്കും. പക്ഷെ രക്ഷയൊന്നുമില്ല. നമ്മുടെ ഒരു ആഗ്രഹം നമ്മൾ അടിക്കുന്ന മരുന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ആര് ചത്തു വീഴണം? ആ കീടം മരിച്ചു വീഴണം. നമ്മൾ മരുന്നടിക്കുന്നത് ഉദ്ദേശിക്കുന്നത്, അല്ലേ? അങ്ങനെ മരിച്ചു വീഴുന്ന ആ സാധനം നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് മാത്രമല്ല, ആ വെള്ളം നമുക്കറിയാം നമ്മുടെ ഒരു റിമോട്ട് ഏരിയയിലാണ് നമ്മുടെയൊക്കെ വീടുള്ളത്. അപ്പൊ ഈ അടിക്കുന്ന കെമിക്കലുകൾ എങ്ങനെയെങ്കിലും നമ്മുടെ വെള്ളത്തിലോ അങ്ങനെയുള്ള സാധനങ്ങൾ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഡയറക്റ്റ് ആയിട്ട് കുടിക്കും. അപ്പൊ അത് നമ്മുടെ ആരോഗ്യത്തിന്. അപ്പൊ അങ്ങനെ ജലസ്രോതസ്സുകളിൽ കൂടെ നമ്മളിപ്പോൾ അടിക്കുന്ന അതായത് കീടനാശിനികളും ബാക്കി സാധനങ്ങളൊക്കെ എത്താനുള്ള സാഹചര്യമുണ്ട് നമ്മുടെ ഇങ്ങനെയുള്ള കോർപ്പറേഷൻ ഏരിയ ആയതുകൊണ്ട്. അപ്പൊ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ അഥവാ ഇത് വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെയ്യുന്നവർക്ക് ഇതല്ലാതെ വേറെ മാർഗമില്ല. കാരണം മാക്സിമം പ്രൊഡക്ഷൻ ആണ് നമുക്ക് വേണ്ടത്. മാക്സിമം പ്രൊഡക്ഷൻ പറഞ്ഞാൽ അതായത് ഈ രാസവും
അതുപോലെ ജൈവ കീടനാശിനികളൊക്കെ വരുന്നതും ഈ ഒരു പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് ഹരിതവിപ്ലവവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ പ്രൊഡക്ഷൻ കൂട്ടാനുള്ള ഒരു കാര്യം വന്നുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ തിരിഞ്ഞത്. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ ആരോഗ്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യം പോലെ തന്നെ നമ്മുടെ ആവാസ വ്യവസ്ഥയുടെ ആരോഗ്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ അങ്ങനെ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് ജൈവ കൃഷി നമുക്ക് ലാഭം ഉണ്ടാക്കാനല്ല, നമ്മുടെ ആരോഗ്യം നിലനിർത്താനുള്ള ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് കൃഷി ചെയ്യുക. അപ്പൊ എന്നാൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് കൃഷിഭവൻ ഇതിനെ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുക? നിങ്ങൾ കുറച്ചുപേരൊക്കെ ഹരിദാസേട്ടൻ നല്ലൊരു കർഷകനാണ്, റൈജു, അങ്ങനെ കുറച്ചുപേരൊക്കെ നമ്മുടെ കൃഷിഭവനിൽ വരുന്നവരാണ്. അപ്പൊ അവർക്കറിയാം എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് എന്നുള്ള അറിയാം. നമ്മൾ ഇഷ്ടം പോലെ പച്ചക്കറി തൈകൾ നമ്മൾ എപ്പോഴും ഓരോ മാസം കൂടുന്നതോറും നമ്മൾ പച്ചക്കറി തൈകൾ സൗജന്യമായിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. അത് കോർപ്പറേഷൻ പദ്ധതിയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് വാഴക്കന്നുകൾ ഇറക്കിയിട്ടുണ്ട്. അത് നേന്ത്രവാഴക്കന്നുകളാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പൂവനും ബാക്കിയുള്ള സാധനങ്ങളും വരും. അപ്പൊ ഇതൊക്കെ വരുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, നമുക്കൊരു 10 നേന്ത്രവാഴ വയ്ക്കാനുള്ള സ്ഥലം ഉണ്ടാവുള്ളൂ എന്ന് വിചാരിക്കുക. നമ്മൾ ആ 10 വാഴ വെച്ചു കൊണ്ടുവന്നു, നമ്മൾ ഒരുമിച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ കൂടി എന്ത് വരും, 10 എണ്ണം കൊണ്ട് ഒരുമിച്ചുണ്ടാവും. ഒരുമിച്ചുണ്ടായി കഴിയുമ്പോൾ എന്തുണ്ടാവും, അത് മേടിക്കാൻ ആളില്ല. ഞാൻ കൃഷി ചെയ്തിട്ട് കാര്യമില്ല. 10 കൂടെ ഒരുമിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കും ബുദ്ധിമുട്ടാണ്. അതെന്ത് ചെയ്യും, അത് അടുത്ത വീട്ടില് ആളുകൾക്ക് കൊടുക്കാനേ പറ്റുള്ളൂ. എനിക്ക് കൃഷി ചെയ്തിട്ട് ലാഭമില്ല, 10 വാഴ വെച്ചു, അങ്ങനെയാണ് പറയുക. അപ്പൊ നിങ്ങൾ അതൊന്ന് പ്ലാൻ ചെയ്യണം. ആദ്യം 10 എണ്ണം ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ 10 എണ്ണം ഒരുമിച്ച് കൊലയ്ക്കും. അപ്പോ ഒരു ഇന്റർവെൽ ഇട്ടിട്ട് നിങ്ങൾ ഏത് ചെയ്യുകയാണെങ്കിലും അങ്ങനെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ വീട്ടിൽ ആവശ്യമുള്ള വേണ്ടത്ര പച്ചക്കറിയോ അഥവാ വാഴയോ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇഞ്ചി എല്ലാം അതുപോലെ നമ്മൾ കിറ്റ് കൊടുക്കുന്നുണ്ട്, ഡബിൾ കിറ്റ് കൊടുക്കുന്നുണ്ട്. 1000-ഓളം കിറ്റുകൾ നമ്മൾ കഴിഞ്ഞ തവണ കൊടുത്തു, ഇത്തവണയും അത്ര തന്നെയുണ്ട്. അപ്പൊ സ്കീമുകൾക്കല്ല കുറവ്, നമ്മുടെ മനസ്സാണ് മാറേണ്ടത്. അപ്പൊ മനസ്സ് മാറി ഏതാണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കൃഷി അവലംബിക്കാനുള്ള എല്ലാ സാഹചര്യവും നമുക്കുണ്ട്. നമ്മളത് ചെയ്യണം. പിന്നെ ഇപ്പോ നമ്മുടെ കൃഷിഭവനിലുള്ളത് വേറൊരു കിറ്റ് നിങ്ങൾ ഗ്രൂപ്പിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒരു 300 രൂപയ്ക്ക് ആണ് 800 രൂപയുടെ കിറ്റ് 300 രൂപ ഫീസ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ അതിലുള്ളത് ഹൈബ്രിഡ് തൈകൾ 20 എണ്ണം ഉണ്ടാവും. ഞാനൊന്ന് പറഞ്ഞുള്ളൂ, നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞുള്ളൂ. ആഫ്രിക്കൻ നെല്ലിയുണ്ട്, ചീരയുടെ ഒരു പാക്കിംഗ് കിറ്റുണ്ട്, കുറ്റിയമരയുടെ കിറ്റ് 5 എണ്ണം, അതുപോലെ റെഡ് ലേഡി പപ്പായ ഒരെണ്ണം, കോവലിന്റെ വള്ളി ഒരെണ്ണം, മുരിങ്ങ ഒരെണ്ണം, പിന്നെ ഡോളമൈറ്റ് കുമ്മായത്തിന് പകരം കൊടുക്കുന്നത് 5 കിലോ, സമ്പൂർണ്ണ ചെടികൾക്ക് അടിച്ചു കൊടുക്കുന്നതാണ് 250 ഗ്രാം, സൂഡോമോണാസ്, ട്രൈക്കോഡർമ, ഫിഷ് അമിനോ ആസിഡ്, പിന്നെ സമ്പുഷ്ട കമ്പോസ്റ്റ് 8 കിലോ, കീടനാശിനി ഒരു 100 ml. അങ്ങനെ ഇത്രയും അടങ്ങിയ കിറ്റാണ് നമ്മൾ കൊടുക്കുന്നത്. 300 രൂപ അടച്ചു കഴിഞ്ഞാൽ 100 യൂണിറ്റ് ആണുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഒരു വീട്ടിലേക്കുള്ള പച്ചക്കറി ചെയ്യുന്നതിന്റെ ആവശ്യമായ എല്ലാ കാര്യങ്ങളും അടങ്ങിയതാണ് ഈ കിറ്റ്. നിങ്ങൾക്കറിയാം, ഇപ്പൊ വായിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇത്രയും കാര്യങ്ങൾ നമുക്ക് 800 രൂപയുടെ കിറ്റാണ് 300 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അത് 100 എണ്ണം ഉള്ളൂ. അതിൽ 50 എണ്ണം നമുക്കിവിടെ ബുക്കിംഗ് കഴിഞ്ഞു, ഓൾറെഡി ബുക്കിംഗ് കഴിഞ്ഞു. ബാക്കി 50 എണ്ണം ഉള്ളൂ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കൃഷിഭവനിൽ വന്നിട്ട് ബുക്ക് ചെയ്യാം. പിന്നെ ഉള്ളത് നമ്മൾ മഷ്റൂം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കൂൺ ഗ്രാമ പദ്ധതിയായിട്ട് നമുക്ക് സ്മോൾ സ്കെയിൽ യൂണിറ്റ് സംരംഭമുണ്ട്. വീട്ടമ്മമാരെ, വീട്ടില് കുറച്ച് സ്ഥലമുള്ളവർക്ക്, ജോലിക്ക് പോകാത്തവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംരംഭമാണ്. 80 യൂണിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 11,250 രൂപയാണ് സബ്സിഡി. അത്ര ചെലവിന് വരുള്ളൂ. 11,250 രൂപയ്ക്ക് താഴെ ചെലവിന് വരുള്ളൂ. ആ പൈസ നിങ്ങൾക്ക് സബ്സിഡി ആയിട്ട് കിട്ടും. വിപണനം ചെയ്യാനായിട്ട് നമുക്ക് എക്കോ ഷോപ്പ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിനും ബുദ്ധിമുട്ടില്ല. ആ ഒരു പദ്ധതി ഉണ്ട്. നമുക്ക് ആൾക്കാർ ഇനിയും ആകേണ്ടതുണ്ട്. അപ്പോൾ അതിനും നിങ്ങൾക്ക് അപേക്ഷിക്കാം, കാര്യങ്ങൾ ചെയ്യാം. പിന്നെ ഉള്ളത് നമുക്ക് ഇപ്പോ സർവേ നടക്കുന്നുണ്ട്. അതിന്റെ തിരക്കിലാണ് ഞങ്ങൾ എല്ലാവരും. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്തിരി വൈകിയാലും കച്ചവടം പറഞ്ഞത്. നമ്മൾ പോകുമ്പോൾ അതായത് നിങ്ങളുടെ ഡിജിറ്റൽ ക്രോപ്പ് സർവേ നിങ്ങളുടെ ഡിവിഷനിൽ അല്ല നിങ്ങളുടെ ഭാഗത്തേക്ക് വന്നിട്ടുണ്ടോ എന്ന് അറിയില്ല. അപ്പൊ ആളുകൾ വരും, നമ്മുടെ കൃഷി എന്താണെന്ന് നോക്കാൻ വേണ്ടി മാത്രം വരുന്നതാണ്. അങ്ങനെ ഒരു സർവേ ഉണ്ട്. അത് ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ട്, +2 കഴിഞ്ഞിട്ടുള്ള ആർക്ക് വേണമെങ്കിലും അത് ചെയ്യാം. ഒരു വീട്ടിലെ അതിന്റെ കൃഷി എടുത്തിട്ട് ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നതിന് 20 രൂപയാണ് നമ്മൾ കൊടുക്കുക. അങ്ങനെയും നമ്മുടെ കൃഷിഭവനിൽ സ്കീമുണ്ട്. പറഞ്ഞു തന്നുള്ളൂ. പിന്നെ ഉള്ളത് നമുക്ക് കുറച്ച് അധികം സ്ഥലമുള്ളവർക്ക് വീഡ് മാറ്റ് ഉണ്ട്. അതായത് പുല്ല് കയറാണ്ട് നമുക്ക് വീഡ് മാറ്റ് ചെയ്യാം. നമുക്കറിയാം ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണ്, കളയാണ് അല്ലെ.
നമ്മുടെ കൃഷിയോടത്ത് 10 സെന്റ് ഉണ്ടെങ്കിൽ അവിടെ പുല്ലെടുത്ത് മടുത്തു എന്ന് പറയുന്ന പലരും ഉണ്ട്. അപ്പൊ നമുക്കത് പുല്ല് വരാതിരിക്കാൻ വീഡ് മാറ്റ് ഉണ്ട്, അത് അതിനും നമുക്ക് സബ്സിഡി ഉണ്ട്. പിന്നെ ഷെയ്ഡ് നെറ്റ് ചെയ്യാം, അതായത് ഓർക്കിഡ്, ആന്തൂര്യം അങ്ങനെയുള്ള ചെയ്യുന്നവർക്ക് ഷെയ്ഡ് നെറ്റ് പോലെ ഷെയ്ഡ് കെട്ടുന്നതിന് 355 രൂപ സബ്സിഡി ഉണ്ട് സ്ക്വയർ മീറ്റർ. അങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഇതല്ലാണ്ട് തെങ്ങിന് വളം, നമ്മുടെ വാഴയ്ക്ക് വളം, പിന്നെ വളങ്ങളുണ്ട്, അതിനുള്ള സബ്സിഡികൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഇത്രയാണ് ഇപ്പൊ പ്രധാനമായിട്ടും കൊടുക്കുന്നത്. അപ്പൊ ഇതില് കൃഷിഭവന്റെ ഭാഗത്തു നിന്ന് എന്ത് സഹായത്തിനും നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ വിളകൾക്ക് നോക്കാനോ അങ്ങനെ എന്ത് കാര്യത്തിനായാലും നമ്മൾ റെഡിയാണ്. ഇത്രയാണ് എനിക്ക് ഇപ്പോൾ കൃഷിഭവനെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്. മാഡം ക്ലാസ് മാഡത്തിൻ്റെതായതുകൊണ്ട് ഞാൻ പിന്നെ വേറെ കൂടുതൽ ചെയ്യും. കൃഷിയെ പറ്റി എന്തെങ്കിലും കുറച്ച് പറയാം, വേറെ കാര്യങ്ങളൊന്നും ഞാൻ നോക്കി വന്നിട്ടില്ല. അപ്പൊ പ്രഭാഷണമൊക്കെ പിന്നീടാണ് കണ്ടത്. എന്നാലും എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞത് എന്തെങ്കിലും പറഞ്ഞാൽ മതി എന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷെ ഇതൊരു പ്രഭാഷണമായി മാറി എന്ന് എനിക്കറിയില്ലായിരുന്നു. ഇതിപ്പോ പ്രഭാഷണത്തിന് ഞാൻ പ്രിപ്പയർഡ് അല്ലായിരുന്നു. എന്നിരുന്നാലും ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. നിങ്ങൾ എല്ലാ കാര്യത്തിനും കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ട് വരിക. കൃഷിഭവൻ എല്ലാ സഹായത്തിനും ഉണ്ട്. അപ്പോൾ മാഡത്തിന്റെ ക്ലാസ്സിന് ഞാൻ ഇരിക്കുന്നില്ല, ഞാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു അവസരം തന്ന കൃഷിഭവനിലെ എല്ലാവർക്കും കൃഷിഭവന്റെ പേരിലുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ കൃഷി രീതി, ജൈവ കൃഷി മാഡത്തിന്റെ ക്ലാസ് കേട്ടിട്ട് നല്ല രീതിയിൽ നമ്മുടെ വീടുകളിൽ പച്ചക്കറി കൃഷി അഥവാ ഞാൻ പറഞ്ഞു ഇഞ്ചി, മഞ്ഞള്, വാഴ, ഇതൊക്കെ തന്നെ നമ്മുടെ വീടുകളിൽ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഇതിനൊക്കെ നമുക്ക് സപ്പോർട്ട് ഉണ്ട്. നിങ്ങളുടെ മനസ്സിൽ അതുപോലെ നമ്മുടെ കിറ്റിന്റെ കാര്യം പറഞ്ഞത് മറക്കേണ്ടത് നല്ലൊരു കിറ്റാണ്. കാരണം നിങ്ങൾക്ക് അറിയാം ഇതിന്റെ ഓരോന്നിന്റെ വില എടുത്തിട്ട് നിങ്ങൾക്ക് അറിയാം എത്ര രൂപ വരുന്നുണ്ട് എന്നുള്ളത് കാര്യം നിങ്ങൾക്ക് അറിയാം. അപ്പോൾ നമ്മളത് വാങ്ങാൻ വേണ്ടി പോകണ്ട, നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം നിങ്ങൾ വന്ന് കളക്ട് ചെയ്താൽ മതി. അപ്പൊ അത്രയും കാര്യങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. അപ്പൊ നമ്മൾ മാറേണ്ടത് നമ്മുടെ മനസ്സാണ്. അപ്പൊ അങ്ങനെ നല്ല മനസ്സോട് കൂടിയിട്ട് പിന്നെ ഈ വരുന്ന ഞാൻ പറഞ്ഞില്ല കളകളെ കീടങ്ങളെ ഒന്നും നമ്മുടെ ശത്രുക്കളായിട്ട് കാണണ്ട. അത് അതിന്റെ ഒരു ഉറവിടമായിട്ടാണ് അത് കാണേണ്ടത്. അപ്പൊ അങ്ങനെ ഒരു ശത്രുതാ മനോഭാവത്തോടെ പെരുമാറാതെ നമ്മുടെ സുഹൃത്തുക്കൾ എന്ന രീതിയിൽ അതിനെ ഒഴിവാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ കൃഷി ലാഭകരമായിട്ടും മനസ്സിന് സന്തോഷമുള്ള ഒരു കാര്യമായിട്ട് നമുക്ക് നടത്തിക്കൊണ്ടു പോകാൻ സാധിക്കും. അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. ക്ലബിനെ എടുത്തതിന് ഒരിക്കൽ കൂടി ഞാൻ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സർവകലാശാലയിലെയും അതുപോലെ തന്നെ മുൻപോട്ടെ കൃഷിഭവനിലെയും ഉദ്യോഗസ്ഥന്മാരുടെ അഭിപ്രായങ്ങൾ, ഓരോ രോഗങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പലതും വളരെ ശ്രദ്ധിച്ചുകൊണ്ട് അത് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ ഉപയോഗപ്രദമാക്കണം എന്നാണ് എൻ്റെ ഒരു ചെറിയ അഭിപ്രായം. പിന്നെ നമ്മൾ ഈ പരിപാടി അടിയിൽ നിന്ന് മുകളിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ആശംസാ പ്രസംഗം നടത്തുന്നതിന് വേണ്ടിയിട്ട് MP സേമ അവരുടെ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി അനുപമ TV അസിസ്റ്റന്റ് പ്രൊഫസറെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ലൈബ്രറി കൗൺസിലിൻ്റെ സഹായത്തോടു കൂടിയിട്ട് നമ്മുടെ റണ്ണേഴ്സ് ലൈബ്രറിയിൽ രൂപീകരിച്ചിട്ടുള്ള കാർഷിക ക്ലബിൻ്റെ ഉദ്ഘാടനത്തിന് എന്നെ ക്ഷണിച്ച ഇതിൻ്റെ ഭാഗമാക്കിയതോട് ആദ്യമായി ഞാൻ നന്ദി പറയുകയാണ്. ഞാൻ കൂടി പ്രതിനിധീകരിക്കുന്ന കാർഷിക മേഖലയുടെ പുരോഗതിക്ക് ഉതകുന്ന തരത്തിലുള്ള ഒരു ഉദ്യമത്തിൽ
ഭാഗമായതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. റണ്ണേഴ്സ് ലൈബ്രറിയിൽ ഞാൻ പലപ്പോഴും പല പരിപാടികൾക്ക് വന്നിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഒരു പ്രത്യേകമായിട്ടൊരു പരിപാടിയിൽ പങ്കെടുക്കുന്നത്. അതുപോലെ കാണിയതായിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പം നമുക്കറിയാം നമ്മുടെ കാർഷിക മേഖലയുടെ വികസനം നമ്മുടെ നാടിൻ്റെ വികസനത്തിനോട് ചൂടാനാവാത്തതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് കാർഷിക ക്ലബ്ബ് പോലെയുള്ള സംരംഭങ്ങളെ സർക്കാർ തലത്തിൽ തന്നെ നമ്മളത് പ്രോത്സാഹിപ്പിക്കുന്നു. അപ്പം നമ്മൾ നേരത്തെ കൃഷിഭവനിൽ വർക്ക് ചെയ്യുന്ന കാർഷിക നമ്മുടെ കാർഷിക മേഖലയിൽ നമ്മൾ വികസനം കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്ലബ്ബുകളെല്ലാം ഗവൺമെൻറ് പ്രോത്സാഹിപ്പിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കാർഷിക ക്ലബിൻ്റെ ലക്ഷ്യങ്ങളായിട്ട് പറഞ്ഞിട്ടുണ്ട് കൃഷി വിജ്ഞാനം വർദ്ധിപ്പിക്കുക, മൂല്യവർദ്ധിത രീതിയിൽ പരിപോഷിപ്പിക്കുക, കർഷകർക്ക് മാർഗനിർദ്ദേശം നൽകുക, അല്ലെങ്കിൽ അടുക്കളത്തോട്ടം, മട്ടുപാവ് കൃഷി, മൂല്യവർദ്ധന പ്രോത്സാഹിപ്പിക്കുക. ഇവരെല്ലാം ആത്യന്തികമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ചെറിയ കൃഷിയിടങ്ങൾ, നമ്മുടെ എല്ലാം കൃഷിയിടങ്ങൾ ചെറുതാണ് അല്ലേ, വലിയ കൃഷിയിടം ആർക്കില്ല. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഭൂപ്രകൃതി പരിശോധിക്കുകയാണെങ്കിൽ നമുക്കിനി ഒരു ഭൂമിസ്ഥിതി കൂട്ടാനുള്ള ഒരു സാഹചര്യമില്ല. അപ്പോൾ നമ്മുടെ എല്ലാം ചുരുങ്ങിയ കൃഷിയിടങ്ങളാണ്, അതിൽ നിന്ന് നമുക്ക് മാക്സിമം ആദായം ലഭിക്കും. അപ്പോൾ ഈ രീതിയിലുള്ള സുസ്ഥിരമായ കൃഷി രീതികളിലൂടെ മാത്രമാണ് നമുക്ക് തന്നെ ആദായവും അതുവഴി നമുക്ക് കാർഷിക വികസനം ഉണ്ടാവാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൃഷിയിടങ്ങളിൽ നമ്മുടെ ഉൽപാദനക്ഷമത കൂട്ടണം എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ കൃഷി അസിസ്റ്റന്റ് സംസാരിച്ചതിന് കുറേ കാര്യങ്ങൾ പറഞ്ഞു. ജൈവ കൃഷി, അല്ലെങ്കിൽ വളങ്ങൾ ഇടുന്നതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, പല കാര്യങ്ങളും പറഞ്ഞു. അപ്പം എങ്ങനെയാണ് നമ്മുടെ കൃഷിയിടങ്ങളിൽ നിന്ന് നമുക്ക് ഉൽപാദനക്ഷമത കൂട്ടാൻ പറ്റുക? നമുക്ക് കുറച്ച് ഏരിയ ഉള്ളൂ അല്ലേ, കുറച്ച് ഏരിയ ഉള്ളൂ. അതിൽ നിന്ന് മാക്സിമം ഉൽപാദനം ഉണ്ടാക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും? നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് അല്ലേ. പുതിയ ഇനം പച്ചക്കറി വിത്തുകൾ പരീക്ഷിക്കാം അല്ലേ, പുതിയ കുറച്ചുകൂടി വിളവ് തരുന്ന ചെടികൾ പരീക്ഷിക്കാം. മണ്ണിന്റെ ഫലപുഷ്ടി ഉറപ്പുവരുത്തുക. നേരത്തെ പറഞ്ഞു മണ്ണാണ് തുടക്കം ചെടികൾ അല്ലേ. ഫലപുഷ്ടി ഉറപ്പുവരുത്തുക, പുതിയ തരം ചെടികൾ പരീക്ഷിക്കുക. പിന്നെ നമുക്ക് ചെടിയുടെ നടിയിൽ തൊട്ട് വിളവെടുപ്പ് വരെ ശാസ്ത്രീയമായി അവലംബിക്കേണ്ട രീതികളെ കുറിച്ച് കാർഷിക സർവകലാശാലയും കൃഷി വകുപ്പും നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. നമ്മൾ എത്ര പേരത് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പ്രാവർത്തികമാക്കുന്നുണ്ടെന്നുള്ള വേറെ കാര്യം. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കൃഷിയിടങ്ങളുടെ ഉൽപാദനക്ഷമത കൂട്ടുവാനായിട്ട് കഴിയും. ഇപ്പൊ മണ്ണിന്റെ കാര്യം പറയാം. മണ്ണിന്റെ കാര്യം നമ്മുടെ ഫലപുഷ്ടി കുറഞ്ഞു വരികയാണ്. വർഷങ്ങളായിട്ട് നമ്മുടെ ഒരു പഠനം തെളിയിക്കുന്നത് നമ്മുടെ കൃഷിയിടങ്ങളിലെ മണ്ണിന്റെ ഫലപുഷ്ടിത കുറഞ്ഞു വരികയാണ്. ഒരു കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ കൃഷിയിടത്തിൽ അപ്ലൈ ചെയ്യുന്ന വളങ്ങളുടെ അളവ് കേരളത്തില് ഒരു ഹെക്ടറിലേക്ക് നമ്മൾ 26 കിലോ മാത്രമാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഒരു കണക്കാണ് കേട്ടോ. അതേസമയം നമ്മുടെ അയൽ സംസ്ഥാനങ്ങൾ, കൃഷിയിൽ പുരോഗമിച്ചിട്ടുള്ള സംസ്ഥാനങ്ങളെല്ലാം ഒരു 200 കിലോ വരെ വളങ്ങളാണ് അവരുടെ കൃഷിയിടത്തിൽ അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ അപ്ലൈ ചെയ്തത് ഇതിലും കൂടുതൽ 100 കിലോ, 2010 100 കിലോ വരെ നമ്മുടെ കൃഷിയിടങ്ങളിൽ അപ്ലൈ ചെയ്തിരുന്നു. പക്ഷെ അതിന് പല കാരണങ്ങളുണ്ടാവാം. വളത്തിന്റെ ലഭ്യത കുറവ്, വളത്തിന്റെ വില, അല്ലെങ്കിൽ ഗവൺമെന്റ് തലത്തിലെടുക്കുന്ന പല പോളിസികൾ, അതെല്ലാം ഉണ്ടാവും. അതിലേക്ക് നമുക്ക് പോകുന്നില്ല. പക്ഷെ എന്തായാലും നമ്മൾ അതിലേക്ക് കൊടുക്കുന്ന ഇൻപുട്ട് കുറവാണ്. പക്ഷെ നമ്മുടെ ഫലപുഷ്ടി കുറഞ്ഞു വരികയാണ്. ഒരു ഒന്നാമത്തെ കാര്യം നിർത്താതെയുള്ള മഴ. കുറച്ച് വർഷങ്ങളായിട്ട് 2018 ശേഷം, പ്രളയം വന്നതിന് ശേഷമുള്ള മഴയുടെ പാറ്റേൺ നമുക്കറിയാലോ. നമുക്ക് എപ്പോഴെങ്കിലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? മഴ എപ്പോൾ പെയ്യുന്നു, എത്ര നേരം പെയ്യുന്നു, ചിലപ്പം നിർത്താതെ 2 ആഴ്ച പെയ്യുന്നു. അങ്ങനെയെല്ലാം ഉള്ള സമയത്ത് നമ്മുടെ മലയോര മേഖലയിൽ പെയ്യുന്ന മഴ എത്ര സമയം കൊണ്ട് നമ്മുടെ അറബിക്കടലിലെത്തും? എത്ര സമയം വേണം? ഏകദേശം കുറച്ച് മണിക്കൂറുകൾക്കല്ലേ. വെള്ളപ്പൊക്കമാണ്. എറണാകുളം ടൗണൊക്കെ വെള്ളപ്പൊക്കമാവും. ഇടുക്കി ജില്ലയിൽ മഴ പെയ്ത് നിർത്താതെ മഴ പെയ്താൽ
എറണാകുളം ജില്ല, അതായത് അറബിക്കടലിനോട് തൊട്ട് ചേർന്ന് കിടക്കുന്ന എറണാകുളം ജില്ലയിൽ വെള്ളപ്പൊക്കമാണ്. അതിന്റെ അർത്ഥം നമ്മുടെ ആ പെയ്യുന്ന മഴയെ തടഞ്ഞു നിർത്താനുള്ള ഒരു സംവിധാനം ഇല്ല നമുക്ക്. അതൊന്ന്. പിന്നെ ഈ മഴയുടെ ഒപ്പം വരുന്നത് എന്താണ്? നമ്മുടെ മലയോര മേഖലകളിലെ എല്ലാം ഫലപുഷ്ടിയുള്ള മണ്ണാണ് ഈ ഒലിച്ചു പോകുന്നത്. എവറി ഇയർ എല്ലാ കൊല്ലവും ഇതായി ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ എന്തെങ്കിലും അതിനൊരു ഇൻപുട്ട് കൊടുക്കുന്നുണ്ടോ? തുലം കുറവാണ്. അതാണ് നേരത്തെ കണക്ക് പറഞ്ഞത്. കൊടുക്കുന്ന വളം, ജൈവവളം ആകട്ടെ രാസവളം ആയിക്കോട്ടെ, നമ്മുടെ മണ്ണിലേക്കുള്ള പോഷകാംശം നൽകുന്നത് വളരെ കുറവാണ്. പോഷകാംശം വന്നാൽ തന്നെയാണ് നമ്മൾ അതിന് നടുന്നൊരു ചെടി അതിന് വളരാനുള്ള ഒരു മാധ്യമമാണ് മണ്ണല്ലേ. അത് വളർന്ന് അതിലൊരു വിളവുണ്ടാവണമെങ്കിൽ നമ്മൾ ആവശ്യത്തിനുള്ള പോഷകാംശം കൊടുക്കണം. നമ്മൾ നല്ലോണം ഭക്ഷണം കഴിച്ചാലേ നമുക്ക് ആരോഗ്യമുള്ളൂ. അസുഖത്തിനെ പ്രതിരോധിക്കാൻ നമുക്ക് ശക്തി ഉണ്ടാണെങ്കിൽ നമ്മൾ നല്ല പോഷകമൂല്യമുള്ള ഭക്ഷണം കഴിക്കണം. അതേപോലെ തന്നെയാണ് ചെടികൾക്കും. ആരോഗ്യമില്ലാത്ത ചെടിക്ക് രോഗകീടബാധ ഉറപ്പാണ്. അപ്പം നമ്മൾ മണ്ണിലേക്ക് നമ്മൾ കൊടുക്കേണ്ട ഇൻപുട്ട്, കൊടുക്കേണ്ട വളങ്ങൾ എത്രയാണെന്ന് നമ്മൾ പരിശോധിക്കണം. എൻ്റെ കൃഷിയിടത്തിൽ ഞാനത് കൊടുക്കുന്നുണ്ടോ? കൊടുക്കുന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? മണ്ണ് പരിശോധന ചെയ്യണം. ഇവിടെ നമ്മൾ മണ്ണ് പരിശോധന ക്യാമ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമുക്ക് ഒരു കൃഷി തുടങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ എല്ലാ വർഷവും നമ്മൾ കൃഷി ചെയ്യുന്ന എല്ലാ കർഷകരും ചെയ്യുന്നതാണ്. നമ്മൾ കൃത്യമായ ഇടവേളകളിൽ മണ്ണ് പരിശോധന നടത്തണം. നമ്മുടെ മണ്ണിൽ എന്തെല്ലാം കുറവുണ്ട് അതിനെ പരിഹരിക്കാനുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ അതൊന്ന്. ഇനി നമുക്ക് കൊടുക്കേണ്ട ഇൻപുട്ട്, നേരത്തെ കുമ്മായത്തിന്റെ കാര്യം പറഞ്ഞു. കുമ്മായം എല്ലാവർക്കും അറിയാമല്ലോ അല്ലെ? ഗ്ലോബാലിൽ കുമ്മായം ഇടുന്നതിന്റെ കാര്യം പറഞ്ഞു. നമ്മുടെ കേരളത്തിലെ മണ്ണിനങ്ങളെല്ലാം പുളിപ്പ് രസമുള്ളതാണ്. അസിഡിക് എന്ന് പറയും. അസിഡിക് എന്ന് പറഞ്ഞാൽ pH മൂല്യം പരിശോധിച്ചാൽ 6 താഴെയുള്ളതെല്ലാം അസിഡിക്കാണ്. നമ്മുടെ എല്ലാ മണ്ണും അസിഡിക്കാണ്, പുളിപ്പ്. അപ്പൊ എന്താ പ്രശ്നം? പാലക്കാട് ജില്ലയിലെ ചിറ്റൂര് മേഖലയിൽ മാത്രമാണ് ഈ ആൽക്കലൈൻ റേഞ്ച് ഉള്ളൂ. pH 6 മുകളിൽ മണ്ണുള്ളൂ. ബാക്കി എല്ലാം പുളിപ്പാണ്. പുളിപ്പുണ്ടെങ്കിൽ എന്താ പ്രശ്നം? എന്തിനാ നിങ്ങൾ കുമ്മായി ഇടുന്നത്? കുമ്മായി ഇടുന്ന ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റും? എന്തിനാ കുമ്മായി ഇടുന്നത്? ഈ അസിഡിറ്റിനെ ന്യൂട്രലൈസ് ചെയ്യാൻ അല്ലേ? പുളിപ്പുള്ളതിനെ ന്യൂട്രലൈസ് ചെയ്ത് ആൽക്കലൈൻ ആക്കണം. എന്തിനാണ് ആക്കുന്നത്? അതിന്റെ ആവശ്യം എന്താ? അതിന്റെ ആവശ്യം എന്താണ്? ആ റേഞ്ചിലാണ് ഈ മൂലകങ്ങൾ വലിച്ചെടുക്കാൻ പറ്റുള്ളൂ. പുളിപ്പുള്ള മണ്ണിൽ നിന്ന് ചെടിക്ക് മൂലകം വലിച്ചെടുക്കുക എളുപ്പമല്ല. നമ്മൾ കുമ്മായം ഇടാത്ത പുളിപ്പുള്ള മണ്ണിൽ എത്ര കിലോ രാസവളം കൊണ്ടിട്ടാലും ചെടിക്ക് വലിക്കാൻ പറ്റില്ല. അതവിടെ കിടക്കുന്ന മാത്രമേ ഉള്ളൂ. അപ്പോൾ സമയാസമയങ്ങളിൽ നമ്മൾ മണ്ണ് പരിശോധിച്ച് നമ്മുടെ മണ്ണിൽ കുറവുകൾ നോക്കുകയും അതിനനുസരിച്ച് കുമ്മായം എന്തായാലും നമ്മൾ അപ്ലൈ ചെയ്യണം. അതിനനുസരിച്ചുള്ള രാസവളങ്ങളോ ജൈവവളങ്ങളോ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ അപ്ലൈ ചെയ്യണം. പിന്നെ ഇത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുമ്മായം രാസവളം അല്ലെങ്കിൽ ജൈവവളം എപ്പോഴാണ് ഇടുന്നത്? ഒന്ന് പറയാം. ഞാനൊരു ക്വസ്റ്റ്യൻ ആൻസർ ഇതിലേക്ക് പോകുന്നു. നിങ്ങൾക്കും കുറച്ചും കൂടി കൊണ്ട് ഫീഡ്ബാക്ക് പറയാൻ പറ്റട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ഈ കുമ്മായവും രാസവളവും തമ്മിൽ അപ്ലൈ ചെയ്ത് 2 ആഴ്ച ഇടവേള കൊടുക്കണം. കുമ്മായം എന്നിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് കൊണ്ട് രാസവളം ഇട്ട് കഴിഞ്ഞാൽ 2ന്റെ ഗുണം കിട്ടില്ല. അപ്പൊ കൃത്യമായ ആ ഇടവേള കീപ്പ് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പൊ രാസവളം അല്ലെങ്കിൽ വളപ്രയോഗത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതാണ്. അപ്പൊ നമ്മുടെ മണ്ണിന്റെ ഫലപുഷ്ടി ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് നമ്മുടെ ഒന്നാമത്തെ കാര്യം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇനി അടുത്ത ഇതെന്ന് പറഞ്ഞാൽ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, ചെടികൾ നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് പച്ചക്കറി തൈകൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടല്ലേ, നമുക്ക് അത്യുൽപാദന ശേഷിയുള്ള ഇതാണ്. അപ്പൊ ഞാനൊരു ഇത് പറയാം. നമ്മുടെ വിത്തിനങ്ങൾ അല്ലെങ്കിൽ ചെടികൾ അത്യുൽപാദന ശേഷിയുള്ളവയുടെയും അതിൻ്റെ വിളവിൻ്റെ ഒരു പൊട്ടൻഷ്യൽ, അതായത് അതിന് എന്താ പറയാ, അതിന് മാക്സിമം ഉണ്ടാക്കാവുന്ന ഒരു ഈൽഡിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. മിക്ക കൃഷിയിടങ്ങളില്ല. ഒരു ഉദാഹരണം പറയാം, കുരുമുളക്. ഞാൻ കാർഷിക സർവകലാശാലയിൽ ജോലിയിൽ പ്രവേശിച്ചപ്പോൾ ഞാൻ GVHS രാമോർമരത്തു നിന്നാണ്. ഞാൻ അവിടെ 3 കൊല്ലം ടീച്ചറായിരുന്നു. അതിനുശേഷമാണ് യൂണിവേഴ്സിറ്റിക്ക് പോയത്. അപ്പോൾ എനിക്ക് ആ പോസ്റ്റിംഗ് കിട്ടിയപ്പം കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പിനടുത്ത് പന്നിയൂർ കുരുമുളക് ഗവേഷണ കേന്ദ്രം കേട്ടിട്ടുണ്ടാവും. പന്നിയൂർ പിന്നെ കുരുമുളക് കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പം തളിപ്പറമ്പിൽ നിന്ന് ഒരു 10-12 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ സ്ഥലം പന്നിയൂർ. അപ്പം അവിടെ 4 കൊല്ലം അവിടെ വർക്ക് ചെയ്തു. അപ്പം പന്നിയൂർ ഇനങ്ങൾ വളരെ ഫേമസ് ആണ്. കുരുമുളക് പന്നിയൂർ 1 എന്ന് പറയുന്നതാണ് ഏറ്റവും ഫേമസ്. അത് സങ്കര ഇനം കുരുമുളകാണ്. ലോകത്തെ ആദ്യത്തെ സങ്കര ഇനം കുരുമുളകാണ്. അതായത് 2 ഇനം കുരുമുളക്
സങ്കലനം നടത്തി ഉണ്ടാക്കിയിട്ടുള്ള കുരുമുളകാണ്. അത് കേരളത്തിൽ മാത്രമല്ല, നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളിലും വിദേശത്ത് പോലും, ബ്രസീലിലും മലേഷ്യയിലും വരെ നമ്മുടെ പന്നിയൂർന്നിന്റെ തോട്ടങ്ങളുണ്ട്. അത്രയും നല്ല രീതിയിൽ വിളവെടുക്കാൻ പറ്റിയൊരു ഇനാണ്. അതിന്റെ പൊട്ടൻഷ്യൽ ഈൽഡ് എന്ന് പറയുന്നത്, പൊട്ടൻഷ്യൽ ഈൽഡ് അതിന്റെ പരമാവധി വിളവ് എന്ന് പറയുന്നത് 8 ടൺ ഉണങ്ങിയ കുരുമുളകാണ് പെർ ഹെക്ടർ. ഒരു ഹെക്ടറിൽ നിന്ന് 8 ടൺ. ഇപ്പൊ നമ്മുടെ കുരുമുളക് ഈ പന്നിയൂർ ഒന്ന് നമ്മുടെ ഏതെങ്കിലും കൃഷിയിടങ്ങളിൽ നമ്മൾ നട്ടു വളർത്തിയിട്ടുണ്ടെങ്കിൽ എത്ര ഇത് കിട്ടും? എത്ര ഈൽഡ്? 8 ടൺ എന്ന് പറയുന്നത് നമുക്ക് ഒരു ഹെക്ടറിലേക്ക് 1000 ചെടികൾ നമ്മൾ കണക്കിലെടുക്കുകയാണെങ്കിൽ ഒരു കൊടിയിൽ നിന്ന് 8 കിലോ എന്നുള്ള കണക്കെടുക്കാം. എത്ര കിട്ടും? കുരുമുളക് ആർക്കെങ്കിലും ഉണ്ടോ? ഉണക്ക കുരുമുളകിന്റെ ഏകദേശം 1 കിലോ കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്. ഏതായാലും ഉണക്ക കുരുമുളകാണോ? ഉണക്ക കുരുമുളകാണോ? അപ്പോ ആ രീതിയിൽ നമുക്ക് ഈ പൊട്ടൻഷ്യൽ ഈൽഡിലേക്ക് കിട്ടാവുന്ന അത്രയും ഒരു ഇത് നമ്മുടെ ശാസ്ത്രീയമായ രീതിയിൽ അവലംബിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ. ഇപ്പൊ നമ്മുടെ ഈ കൂർഗ്, ഈ കർണാടക സംസ്ഥാനത്തെ കൂർഗിലുള്ള പ്ലാന്റേഷൻസ് മുഴുവൻ ഈ പന്നിയൂർ ഒന്നാണ്. അത് അവരുടെ കാപ്പിത്തോട്ടങ്ങളിലെല്ലാം പിടിപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ആ അത്രയും പൊട്ടൻഷ്യൽ വിളവുള്ള ഒരു ഇനമാണ്. നമ്മുടെ നാട്ടിൽ അതിന് അത്രയും ഒരു വിളവ് ലഭിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് അതിനനുസരിച്ച് ശാസ്ത്രീയമായ രീതിയിൽ അതിന്റെ നടിയിൽ തൊട്ട് വിളവെടുപ്പ് വരെ നമ്മൾ അവലംബിക്കേണ്ട കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധ ചെലുത്തുകയാണെങ്കിൽ ഓരോ ഇനത്തിനും നമുക്ക് അതിന്റെ വിളവിന്റെ പരമാവധിയിലേക്ക് നമുക്ക് എത്താൻ കഴിയും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. അപ്പൊ കുരുമുളകിന്റെ തന്നെ മറ്റൊരു കാര്യം, ഇപ്പൊ രോഗകീടബാധയെ കുറിച്ച് പറഞ്ഞു. ദ്രുതവാട്ടം കേട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു അല്ലെ? കുരുമുളകിന്റെ ഒരു വലിയ അസുഖമാണ് ദ്രുതവാട്ടം. ദ്രുതവാട്ടം എന്നൊരു പേരിൽ തന്നെ മനസ്സിലാക്കാം. പെട്ടെന്ന് വാടിപ്പോന്നു, ഉണങ്ങിപ്പോന്നു. 2-3 ദിവസത്തിനും ചെടി പോയിരിക്കും. അതായത് ഒരു ദിവസം മഞ്ഞളിച്ച് തുടങ്ങും, 3 ദിവസം കൊണ്ട് അത് കഴിയും. അതിന് വന്നു കഴിഞ്ഞാൽ നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റുന്ന പാടാണ്. മഴക്കാലത്താണ് അസുഖം വരിക. ഒരു ഫംഗസ് അസുഖമാണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അപ്പം ഇതിനകത്ത് നമ്മൾ ശാസ്ത്രീയമായ ശുപാർശ എന്താണെന്ന് വെച്ചാൽ ഇതിന് നമുക്ക് പ്രിവെന്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് കുരുമുളകിന് മഴ ലഭിക്കുന്ന സമയം, അതായത് ഒരു മെയ് മാസമൊക്കെ നമ്മുടെ മൺസൂൺ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ 1-2 മഴ ലഭിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതിനകത്തൊരു കുമ്മായം, 1 കിലോ കുമ്മായം പൊടിക്കിട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ബോഡോ മിശ്രിതം. ബോഡോ മിശ്രിതം ജൈവ കൃഷിയിൽ അലോഡാണ്, പ്രശ്നമില്ല. ബോഡോ മിശ്രിതം നമുക്ക് ഇതിന് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം, ചെടിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഈ രീതിയിൽ നമ്മളൊരു പ്രിവെന്റീവായിട്ട് ഒരു വാക്സിൻ്റെ ഇഫക്റ്റ് നമ്മൾ നേരത്തെ ഒരു മാർഗം അവലംബിക്കുകയാണെങ്കിൽ ഇതിന് മഴ സമയത്ത് വരുന്ന അസുഖങ്ങൾ കുറയ്ക്കാൻ പറ്റും. മഴ വന്നു കഴിഞ്ഞാൽ അന്നത്തെ കണ്ടിന്യൂസ് മഴയാണ്. ഇപ്പം മഴ നിന്നിട്ട് ഒരു സ്പ്രേയൊന്നും നടക്കില്ല, ഇല്ലല്ലോ. ആ രീതിയിലാണ് നമ്മുടെ മഴയുടെ പാറ്റേൺ. അതുകൊണ്ട് തന്നെ നമുക്കതിനെ രക്ഷിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതേസമയം നമ്മൾ ശാസ്ത്രീയമായ രീതിയിൽ ശുപാർശ ചെയ്തിരിക്കുന്ന രീതിയിൽ നമ്മൾ പക്ഷെ മിക്കവരും ആൾക്കാർ ചെയ്യാറില്ല. മഴ തുടങ്ങി, മഴ വന്ന് ചെടി മഞ്ഞളിച്ച് തുടങ്ങുന്ന സമയത്ത് മാത്രമാണ് ഇതിനെക്കുറിച്ചൊരു അറിയുന്നത്. പിന്നെ അത് ചെയ്യാനും പറ്റാറ്. അപ്പൊ ഈ കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ശാസ്ത്രീയമായ രീതിയിൽ നമുക്ക് ഇടപെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഉത്പാദനക്ഷമത കൂട്ടാവുന്നതിൻ്റെ ഒരു സംരംഭമാണ്. പിന്നെ നമ്മൾ നേരത്തെ നമ്മുടെ ക്ലബിൻ്റെ ലക്ഷ്യങ്ങൾ പറഞ്ഞതിന് അടുക്കളത്തോട്ട നിർമ്മാണം പറഞ്ഞിട്ടുണ്ട്, മട്ടുപാവകൃഷി പറഞ്ഞിട്ടുണ്ട്, ഉൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധനവൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പച്ചക്കറി കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനാണ് നമ്മൾ കുറച്ചുകൂടി നമ്മുടെ അടുക്കളത്തോട്ടങ്ങളിലും അല്ലെങ്കിൽ മട്ടുപാവിലെല്ലാം കൃഷി ചെയ്യുന്നത് അല്ലേ? അപ്പോൾ കുറച്ചു കാലമായിട്ട് പച്ചക്കറി കൃഷി കൂടുതലായിട്ടുണ്ടോ അതോ കുറഞ്ഞിട്ടുണ്ടോ? നമുക്ക് വരുമാനം അതിന് കൂടിയിട്ടുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നഷ്ടമാണോ? എന്തായാലും പച്ചക്കറി കൃഷി കൂടിയിട്ടുണ്ട് കേരളത്തിൽ. അത് ഗവൺമെന്റ് തലത്തിലും പല സംഘടനകളുടെ ആഭിമുഖ്യത്തിലും എല്ലാം നമ്മൾ പച്ചക്കറി കൃഷിക്ക് വളരെ പ്രാമുഖ്യം നൽകി നമ്മുടെ കിച്ചൺ ഗാർഡനുകൾ, സ്കൂൾ ഗാർഡനുകളിൽ, വീട്ടുവളപ്പിലെല്ലാം നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിച്ചു. 6 ലക്ഷം ടൺ പച്ചക്കറി ഉത്പാദിപ്പിച്ചതിന് ഇപ്പം നമ്മൾ 17 ലക്ഷം ടണ്ണിലേക്ക് എത്തി. 2015-16 6 ലക്ഷം ടണ്ണിൽ നിന്ന് 2021-24 ആയപ്പോഴേക്കും 17 ലക്ഷം ടൺ പച്ചക്കറിയിലേക്ക് നമ്മൾ എത്തി. അപ്പൊ ഇത് നമുക്ക് സാധ്യമാണ് അല്ലേ? ഈ വർധനവ് നമുക്ക് സാധ്യമാണ്. നമ്മുടെ ഓരോ വീടുകളിലും ചുരുങ്ങിയ കൃഷിയിടത്തിൽ വരെ നമുക്കിത് സാധ്യമാണെന്ന് നമ്മൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്.
പക്ഷെ അപ്പോഴും നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിയിട്ടില്ല. 34 ലക്ഷം ടൺ പച്ചക്കറി ഇനി നമ്മുടെ റിക്വയർമെന്റ് ആണ്. ഇനിയും നമ്മൾ ഇതിന്റെ ഇരട്ടി ഉണ്ടാക്കിയാൽ മാത്രമാണ് നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള പച്ചക്കറി ലഭ്യമാവുള്ളൂ. അപ്പൊ ഇപ്പോഴും നമ്മൾ കുറച്ച് പുറത്തുനിന്നുള്ള പച്ചക്കറിനെ ആശ്രയിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഓരോ അടുക്കളത്തോട്ടവും ഓരോ മട്ടുപ്പാവിലും നമ്മൾ മാക്സിമം പച്ചക്കറി കൃഷി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ അതിനകത്ത് വേറൊരു കാര്യമുള്ളത്, ഇപ്പൊ നമ്മൾ വിതരണം ചെയ്യുന്ന പച്ചക്കറി തൈകൾ അത്യുൽപാദന ശേഷിയുള്ളതായിരിക്കും ഞാൻ വിചാരിക്കുന്നു. ഇവിടെ കൊടുക്കാൻ വെച്ചിട്ടുള്ള തൈകളൊക്കെ അല്ലേ കൃഷിഭവനിൽ യൂണിവേഴ്സിറ്റിയിൽ വാങ്ങിയിട്ടുള്ള അത് നല്ല കാര്യം. നമുക്ക് അത് നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ അടുക്കളത്തോട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഒരു കുറച്ച് പഠനങ്ങളിൽ നിന്ന് വെളിവാകുന്നതെന്ന് വെച്ചാൽ പരമ്പരാഗതമായിട്ട് നമ്മുടെ അടുക്കളത്തോട്ടത്തിലുള്ള പച്ചക്കറികളെ നിങ്ങൾ ഉപേക്ഷിക്കേണ്ടതില്ല. അടുക്കളത്തോട്ടത്തിന്റെ ഉദ്ദേശം എന്താണ്? വാണിജ്യാടിസ്ഥാനത്തിലുള്ള കൃഷിയല്ലല്ലോ, അല്ലല്ലോ. അപ്പൊ നമ്മുടെ വീട്ടുമുറ്റത്തുള്ള ചേമ്പ്, ചേന, മുരിങ്ങ, 5 ചെടികൾ അത്യാവശ്യം വേണം അടുക്കളത്തോട്ടത്തിൽ. ഏതൊക്കെയാണ് പറയണം? പച്ചമുളക്, കറിവേപ്പില, മുരിങ്ങ, പയറ്, പപ്പായ, ഏറ്റവും എളുപ്പത്തിൽ വെക്കാൻ പറ്റിയൊരു ഫലവർഗ്ഗം. ഇതിന്റെ ഗുണങ്ങളെ കുറിച്ച് നമ്മൾ അത്രയ്ക്ക് ബോധവാന്മാരാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം നമ്മുടെ മുറ്റത്തുണ്ടെങ്കിൽ ഇപ്പൊ കറിവേപ്പില നമ്മൾ എത്ര കൊണ്ട് കഴിക്കുന്നുണ്ട് എന്നാട്ടോ ചോദിക്കുന്നത്. കഴിക്കുന്നുണ്ട്, ഭക്ഷണത്തിൽ നമ്മൾ ഇടുന്നുണ്ട്, താളിക്കാനിടും അല്ലേ, ഒരു മണം കിട്ടാനായിട്ട് ഉപയോഗിക്കുന്നല്ലാതെ എന്നിട്ട് എന്ത് ചെയ്യും? കറിയില എടുത്തിട്ട് അതുപോലെ കറിവേപ്പില പോലെ കളഞ്ഞു എന്നൊരു ചൊല്ലുണ്ട്. പക്ഷെ ആ ചൊല്ലൊക്കെ തിരുത്താൻ സമയമായിരിക്കണം. കറിവേപ്പില വളരെ ന്യൂട്രീഷ്യസ് ആണ്. എനിക്ക് ഇലക്കറി വർഗ്ഗങ്ങളെ കുറിച്ചൊരു പ്രൊജക്ട് ചെയ്യാനുള്ളൊരു അവസരം കിട്ടി. ഒരു 2 കൊല്ലമായിട്ട് ഇലക്കറി വർഗ്ഗങ്ങളെ കുറിച്ച് കേരളത്തിലെ പല ഭാഗത്തുനിന്ന് ഇലക്കറി വർഗ്ഗങ്ങൾ കളക്ട് ചെയ്ത് അതിന്റെ ഗുണനിലവാരം, അതിന്റെ ന്യൂട്രീഷൻ അതിനകത്ത് എന്തൊക്കെ അടങ്ങിയിട്ടുണ്ടെന്നൊക്കെ ഞങ്ങൾ പരിശോധിച്ചു. അപ്പോൾ കുറെ പരിശോധിച്ചതിന് ഏറ്റവും കൂടുതലായിട്ട് കരോട്ടിനോയിഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു രാസസംയുക്തം, ഏറ്റവും കൂടുതൽ കണ്ടത് നമ്മുടെ കറിവേപ്പിലയിലാണ്. ഈ കരോട്ടിനോയിഡിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ നിന്നാണ് വൈറ്റമിൻ എ ഉണ്ടാവുന്നത്. വൈറ്റമിൻ എ. അപ്പൊ നിങ്ങൾ കരോട്ടിനോയിഡ് അടങ്ങിയ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് വൈറ്റമിൻ എ നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാവും. വൈറ്റമിൻ എയുടെ റിക്വയർമെന്റ് നിങ്ങൾക്ക് അത്. പക്ഷെ നമുക്ക് ആർക്കും അറിയില്ല. അതുപോലെ തന്നെ മുരിങ്ങ എത്ര പേര് നമ്മള് എപ്പോ കഴിക്കുന്നുണ്ട്? മുരിങ്ങ എനിക്കറിയില്ല. മുരിങ്ങയുടെ കായ കഴിക്കുന്നല്ലാതെ ഇല കഴിക്കുന്നത് വളരെ കുറച്ചല്ലേ നമ്മൾ കഴിക്കുന്നുള്ളൂ, അല്ലേ? ഞാനൊരു യാഥാർത്ഥ്യം, ഞാൻ കഴിക്കുന്നത് കുറവാണ്, അല്ലേ? നമ്മൾ കഴിക്കുന്നത് കുറവാണ്. പൊതുവെ മലയാളികൾക്ക് ഇലക്കറികൾ ഇഷ്ടമല്ലെന്നല്ല, നമ്മളുടെ യൂസ് കുറവാണ്. നമ്മള് തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ ആന്ധ്രയിലോ കർണാടകയിലോ ഒക്കെ പോയി ഞാൻ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ടൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ അവിടെ എന്താ വെച്ചാൽ അവരുടെ നിത്യം കഴിക്കുന്ന ഒരു ഭക്ഷണം പരിപ്പിന്റെ ഒപ്പം അവര് ഇലക്കറി ഇട്ടിട്ടാണ് അവർക്ക് ഏതെങ്കിലും ഇലക്കറി ഇടും. പക്ഷെ നമ്മൾ അങ്ങനത്തെ രീതിയിൽ നമ്മളിപ്പോ ഇലക്കറി ഇടുന്നത് വളരെ കുറവല്ലേ. സാമ്പാറാണെങ്കിലും മറ്റു പച്ചക്കറിയാണ്, കടയിൽ നിന്ന് വാങ്ങിച്ച പച്ചക്കറിയാണ്, വീട്ടുമുറ്റത്തുണ്ടെങ്കിലും നമ്മൾ ഉപയോഗിക്കില്ല. അപ്പൊ മുരിങ്ങയുടെ ഗുണങ്ങൾ ഇപ്പൊ ആൾക്കാര് അറിഞ്ഞു വരികയാണ്. സൂപ്പർ ഫുഡ് എന്നൊക്കെ പറഞ്ഞ് മുരിങ്ങയെ കുറിച്ച് നല്ലോണം പ്രചാരം ലഭിക്കുന്നു. മുരിങ്ങയില് വളരെയധികം വൈറ്റമിൻ സിയും കാൽഷ്യവും വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഓറഞ്ചിനേക്കാളും 7 ഇരട്ടി വൈറ്റമിൻ സി ആണ് ഓറഞ്ചിനേക്കാളും. അപ്പൊ വൈറ്റമിൻ സി എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ഓറഞ്ചിന്റെ പടം കാണിക്കില്ലേ? വൈറ്റമിൻ സി എന്ന് പറഞ്ഞ ഓറഞ്ചിന്റെ പടം. വൈറ്റമിൻ എ ആണെങ്കിൽ എന്തിന്റെ പടം? ക്യാരറ്റിന്റെ പടം. ക്യാരറ്റിനേക്കാളും 10 ഇരട്ടിയാണ് മുരിങ്ങയിലെ വൈറ്റമിൻ എ. കാൽഷ്യം എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ പറയും പാലുൽപ്പന്നങ്ങളുമാണ്, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രൊഡക്ട്സ്. 17 ഇരട്ടിയാണ്. നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ ഇത്രത്തോളം ഗുണമുള്ള മുരിങ്ങയില നമ്മൾ എത്ര കഴിക്കുന്നുണ്ട്? അപ്പൊ ഇല്ലെങ്കിലും നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ്, നമ്മുടെ ഭക്ഷണശീലങ്ങൾ മാറ്റുന്ന സമയമായിരിക്കും. നമ്മുടെ വീട്ടുമുറ്റത്ത് നിന്ന് കിട്ടുന്നതിനകത്ത് എന്നിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങി ഓറഞ്ച് 300 രൂപയ്ക്കും 350 രൂപയ്ക്കും ഓറഞ്ചും ആപ്പിളും വാങ്ങിച്ചു നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്നതാണ്. കുറച്ച് ശീലം ഒന്ന് മാറ്റിയെടുത്ത് നമ്മുടെ ഭക്ഷണത്തിൽ ചേർത്ത് കൊടുക്കുന്ന ഒരു ശീലം ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ന്യൂട്രീഷ്യസ് ആയ ഭക്ഷണം കഴിക്കാൻ പറ്റും. കുറച്ച് അരച്ചിട്ടൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പോൾ അത് പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വെച്ചാൽ നമുക്കത് ടേസ്റ്റൊന്നും വ്യത്യാസപ്പെടില്ല. ഇപ്പം നമ്മൾ തേങ്ങ അരയ്ക്കുന്ന കൂട്ടത്തിൽ കൂടി ഇത് 2-3 വേപ്പില അരച്ചുകൊണ്ടൊന്നും വ്യത്യാസം വരില്ല. അതുപോലെ ഇപ്പോൾ മുരിങ്ങയില നമ്മൾ വല്ല തോരനിലോ വല്ല ദോശയിലോ ഭക്ഷണത്തിലൊക്കെ ഇട്ടുകൊണ്ടൊന്നും അതിൻ്റെ ഒരു രുചി വ്യത്യാസം വരില്ല. അപ്പം അങ്ങനെയൊക്കെ കുട്ടികളെ കഴിപ്പിക്കാനുള്ള ഒരു രീതി നമുക്ക് അവലംബിക്കാം. അപ്പം ഇത് പറഞ്ഞത് നമ്മുടെ പരമ്പരാഗതമായിട്ട് ചെയ്യുന്ന വിളകളെ നമ്മൾ തള്ളേണ്ട ആവശ്യമില്ല. മറ്റേ ചെയ്യാം നമുക്ക്.
അതോടൊപ്പം തന്നെ ഇതെല്ലാം ചെയ്യാം. ഇതിനെന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ചെറിയൊരു ഇൻപുട്ട് കൊടുത്താൽ, ചെറിയ കുറച്ച് വെള്ളം കൊടുത്താൽ തന്നെ ഇതെല്ലാം ഉണ്ടാവും. അത്യുൽപാദന ശേഷിയുള്ള പുതിയ ഇനങ്ങൾക്കാണെങ്കിൽ നല്ലോണം നമ്മൾ വെള്ളം കൊടുക്കണം, സമയാസമയം തന്നെ പരിചരിക്കണം. ആ ബുദ്ധിമുട്ടുകൾ നമുക്ക് ഒഴിവാക്കാം. അടുക്കളത്തോട്ടത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പൊ മുരിങ്ങയിലയുടെ കാര്യം പറഞ്ഞിട്ട് നമുക്ക് മുരിങ്ങയിലയുടെ പൗഡർ അവൈലബിൾ ആണ്. കണ്ടിട്ടുണ്ടോ? നമ്മുടെ മാർക്കറ്റിലൊക്കെ മുരിങ്ങയിലയുടെ പൗഡർ കിട്ടും. ക്യാപ്സ്യൂൾ ഉണ്ട്, ക്യാപ്സ്യൂൾ രൂപത്തിൽ. ഇത് ഉണ്ടാക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയില് ഒല്ലൂക്കര ബ്ലോക്കിലൊരു മരോട്ടിച്ചാല് അറിയാമോ? അംബിക, ശ്രീമതി അംബിക എന്ന് പറഞ്ഞിട്ട് ഒരു സംരംഭക. അവര് മുരിങ്ങയിലേന്ന് ഒത്തിരി പ്രോഡക്ട്സ് ഉണ്ടാക്കിയിട്ട് അവർ വിൽക്കുന്നുണ്ട്. അവര് പ്രോഡക്ട്സ് ഓൺലൈനിലും നമ്മുടെ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. അവര് തമിഴ്നാട്ടിൽ നിന്ന് മുരിങ്ങക്കായല്ല കേട്ടോ, മുരിങ്ങയെല്ലാം മാത്രം കളക്ട് ചെയ്ത് അത് പല രൂപത്തിൽ പ്രോസസ് ചെയ്ത് അവർക്ക് ഗവൺമെന്റ് പല സബ്സിഡികൾ കൊടുത്തിട്ടുണ്ട്. ആ രീതിയിൽ വളരെ നല്ല രീതിയിൽ നമുക്ക് പ്രൊജക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത്രയും നല്ല രീതിയിൽ ആ സംരംഭം നടത്തിക്കൊണ്ടു പോകുന്നത്. ഇപ്പൊ മുരിങ്ങയില ചേർത്തിട്ടുള്ള പുട്ടുപൊടിയൊക്കെ കിട്ടും. ഇപ്പോൾ കടയിൽ കണ്ടിട്ടുണ്ടോ? മുരിങ്ങയില ചേർത്ത പുട്ടുപൊടി ആ രീതിയിലേക്ക് വന്നു കഴിഞ്ഞു. ഇപ്പൊ നമുക്ക് എപ്പോഴും ഇപ്പൊ ഹെൽത്ത് ഒരു ക്യാപ്സ്യൂൾ രൂപത്തിൽ തരികയാണെങ്കിൽ സന്തോഷമാണ് അല്ലേ? പൊടിയാക്കി അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ കഴിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അത്രയും സന്തോഷം. കുക്ക് ചെയ്യണ്ടല്ലോ അങ്ങനെയുള്ള. അപ്പൊ ആ രീതിയിൽ നമ്മൾ മൂല്യവർദ്ധനവിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. മൂല്യവർദ്ധനവിന്റെ കാര്യം ഇവിടെ പറഞ്ഞു. മൂല്യവർദ്ധനവ് ഇപ്പൊ നമ്മുടെ രാജ്യത്തെ പഴം പച്ചക്കറി ഉൽപാദനം നോക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യം 2ാം സ്ഥാനത്താണ് ലോകത്ത്. 1ാം സ്ഥാനം ആർക്കാണ്? ചൈനയാണ് 1ാം സ്ഥാനം. നമ്മൾ 2ാം സ്ഥാനമാണ്, ഒട്ടും പുറകിലല്ല. അതിൽ തന്നെ നമ്മുടെ മാങ്ങ, ചക്ക, വാഴപ്പഴം, പപ്പായ, പേരക്ക ഇതിലൊക്കെ നമ്മൾ ഫസ്റ്റാണ്. ഇത്രയും ഉൽപാദനം ഉണ്ടായിട്ടും നമ്മുടെ 30 തൊട്ട് 40% വരെ ഉൽപ്പന്നങ്ങൾ വിളവെടുപ്പിന് ശേഷം കേടായി പോകുന്നു. അതായത് 1 കിലോ പഴം ഉണ്ടാക്കിയാൽ 300 ഗ്രാമും വേസ്റ്റായി പോകുന്നു അർത്ഥം. നമ്മൾ അതിന് ഉൽപ്പന്നമായിട്ട് മാറ്റുന്നില്ല, മൂല്യവർദ്ധനവ് നടത്തുന്നില്ല. വെറും 2 തൊട്ട് 3% വരെയാണ് മൂല്യവർദ്ധനവ് നടത്തുന്നത്. അതേസമയം നമ്മുടെ ഉൽപ്പാദനത്തിന്റെ പകുതി പോലും ഇല്ലാത്ത ഡെവലപ്പിംഗ് കൺട്രീസ് ലൈക്ക് ഏഷ്യയിലെ മറ്റു രാജ്യങ്ങളൊക്കെ അവരവരുടെ ഉൽപ്പാദനത്തിന്റെ പകുതിയോളം ഉൽപ്പന്നമാക്കി മാറ്റുന്നു. അത് തന്നെ നമ്മുടെ മാർക്കറ്റുകളിൽ വരുന്ന കണ്ടിട്ടുണ്ടാവും. പലതരം പഴങ്ങൾ ഉണക്കിയതൊക്കെ അല്ലേ, പല പ്രൊഡക്ട്സ്, ഇത് ഇമ്പോർട്ടൻ്റ് ഐറ്റംസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മാർക്കറ്റുകളിൽ ഇരിക്കുന്നതാണ്. ജ്യൂസസ്, സ്ക്വാഷ് എല്ലാം. അപ്പൊ ആ രീതിയിൽ നമ്മുടെ ഇടപെടൽ വേണം. അപ്പൊ നമ്മുടെ യൂണിറ്റിന്റെ പ്രവർത്തനങ്ങൾ പറഞ്ഞു. ഒരു മാങ്ങ, ചക്ക എന്തെങ്കിലുമൊക്കെ കൂടുതൽ വന്നാൽ സാധാരണ ഇതിൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പുറത്ത് വീട്ടിൽ കൊടുക്കും. അതാണല്ലോ ആദ്യം ചെയ്യുക. പിന്നെ ജ്യൂസ് ഉണ്ടാക്കി വയ്ക്കും. മാങ്ങയാണെങ്കിൽ അച്ചാറിട്ട് വയ്ക്കും, ഉപ്പിലിട്ട് വയ്ക്കും, ചക്കയാണെങ്കിൽ വരട്ടി വയ്ക്കും. ഇതിൻ്റെ അപ്പുറത്തേക്കൊന്നും നമ്മൾ ചിന്തിക്കണില്ല. പക്ഷെ ശാസ്ത്രീയമായ പല മാർഗങ്ങളും ഉണ്ട്. നമുക്ക് ഈ പഴുപ്പ് എടുത്തിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം. അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്കതിന് ജാമുൻ ജെല്ലിയൊക്കെ ഉണ്ടാക്കാം. അപ്പൊ അതിനെക്കുറിച്ചിട്ട് നമുക്കൊരു അവബോധം ഉണ്ടാക്കണം. അപ്പൊ ഇതിന്റെ ശാസ്ത്രീയമായ രീതി നമ്മൾ നടിയിൽ തൊട്ട് വിളവെടുപ്പ് വരെ ആരംഭിക്കുകയാണെങ്കിൽ നമ്മുടെ കൃഷി എപ്പോഴും ഒരു വിജയമായിരിക്കും. നമ്മുടെ ക്ലബിന്റെ യൂണിറ്റുകൾ എല്ലാം ചെറിയ ചെറിയ യൂണിറ്റുകളായിരിക്കും അല്ലേ? നമ്മുടെ കൃഷിയിടങ്ങളെല്ലാം ചെറുതാണ്. അപ്പൊ നമ്മൾ ഓരോ പല പച്ചക്കറി കൃഷി എല്ലാവർക്കും പറ്റണമെന്നില്ല കേട്ടോ, എല്ലാ യൂണിറ്റിലും പറ്റണമെന്നില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. കാരണം എല്ലാവർക്കും സ്ഥലം ഉണ്ടാവണമെന്നില്ല. വെള്ളത്തിന് പ്രശ്നമുള്ളവരുണ്ടാവും, വെള്ളം കിട്ടാത്ത പ്രശ്നം ഉണ്ടാവും, പിന്നെ പല പല പ്രശ്നം, സമയമില്ലാത്ത പ്രശ്നം ഉണ്ടാവും അല്ലേ? അപ്പൊ നമ്മൾ എടുക്കുന്ന യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ മഷ്റൂം അല്ലെങ്കിൽ കൂൺ കൃഷിയിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ എനിക്കിത് പറ്റുമോ, എൻ്റെ കൃഷിയിടത്തിലെ സൗകര്യങ്ങൾ വെച്ച് എനിക്കിത് നടത്തിക്കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് അസസ് ചെയ്തിട്ട് വേണം മാത്രം നമ്മളിത് അറിയാം. എല്ലാവരും ചെയ്തു, ഞാനും ചെയ്തു, അത് നല്ലൊരു ഇതല്ല. നമ്മുടെ പരിമിതികളും സൗകര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് മാത്രം നമ്മൾ ഓരോ കൃഷിയിലേക്ക് ഇറങ്ങുക. അപ്പോൾ ഈ യൂണിറ്റില് ഇപ്പൊ നമ്മുടെ കാർഷിക ക്ലബ് രൂപീകരിച്ചു. അപ്പൊ ഇത് നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് കാർഷിക സംസ്കാരത്തെ കുറിച്ച് ഒരു നല്ലൊരു അവബോധം ഉണ്ടാക്കാനും ഒക്കെ നല്ലൊരു അവസരമാണ്. ഇപ്പൊ നമ്മുടെ ഈ ശാസ്ത്രീയ മുറകളെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ നമ്മുടെ കാർഷിക സർവകലാശാലയും കൃഷി വകുപ്പും എല്ലാം ഇതിനെ കുറിച്ച് ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നു. ഇപ്പൊ എനിക്ക് കൂൺ കൃഷിയെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. നമുക്ക് അറിയില്ല, എനിക്ക് എങ്ങനെ ചെയ്യണമെന്ന് അറിയില്ല. അപ്പൊ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഇതിന്റെ പരിശീലനങ്ങൾ പങ്കെടുക്കാൻ ശ്രദ്ധിക്കും. ഇപ്പൊ നമുക്ക് പരിശീലനം ചിലപ്പോൾ എപ്പോഴും നമുക്ക് അവിടെ പോയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പൊ നമുക്ക് നമ്മുടെ ക്ലബിന്റെ നേതൃത്വത്തിൽ നമുക്ക് ഇവിടെ തന്നെ
ഏറ്റവും ആവശ്യമായ വിഷയങ്ങളിൽ പരിശീലനം കൊടുക്കാം. കാർഷിക സർവകലാശാലയിൽ നിന്നുള്ള എല്ലാ സഹകരണങ്ങളും ഞാൻ അതിന് ഉറപ്പ് നൽകുകയാണ്. അപ്പോൾ നമ്മുടെ ക്ലബിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ആശംസകൾ നൽകുന്നു. നമ്മളെല്ലാവരും കർഷകരാണ്, ജോലിക്കാരായാലും പിന്നെയാണ്. നമ്മുടെ സംസ്കാരം കാർഷിക സംസ്കാരമാണ്. അപ്പോൾ നമ്മുടെ തലമുറ നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണം എവിടെ നിന്നാണ് വരുന്നത് കുട്ടികളോട് ചോദിച്ചാൽ അവർക്ക് അറിയില്ല എവിടെ നിന്ന്. ഇപ്പോൾ ആട്ടെ റവയും മൈദയും തമ്മിൽ വ്യത്യാസം ഒന്ന് ചോദിച്ചു നോക്കും പിള്ളേരോട്, പറയുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ അപ്പം ആ രീതിയിൽ അവർക്കും കൂടി അവരെയും കൂടി ഇൻവോൾവ് ചെയ്തിട്ട് നമ്മുടെ ക്ലബിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റട്ടെ. അപ്പോൾ ക്ലബിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ ആശംസകളും നൽകുന്നു. പിന്നെ വാക്കുകൾ ചുരുക്കുന്നത് നമ്മുടെ കാർഷിക ക്ലബ് ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു. നമസ്കാരം. കഴിഞ്ഞ 2-3 മാസക്കാലമായി നടത്തിയിട്ടുള്ള ലൈബ്രറിയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള പരിപാടികൾ, ആ പരിപാടികളൊക്കെ അപേക്ഷിച്ച് ഈ കാർഷിക സംഗമത്തിൽ കൂടുതൽ പേര് പങ്കെടുത്തു എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഓരോരുത്തരെയും പ്രത്യേകം അഭിനന്ദനങ്ങളുടെ കുറിച്ച് ഇനി നമ്മൾ നടന്ന് മുറ്റത്ത് ചെന്ന് കഴിഞ്ഞാൽ മുളക്, വെണ്ടക്കായ, തക്കാളി ഇതൊക്കെ അവനവൻ്റെ വീടിൻ്റെ ചുറ്റും വിളഞ്ഞു നിൽക്കുന്ന കാഴ്ച കാണണം. അതിന് സഹായിക്കുന്ന നമ്മുടെ ഹരിത സദനങ്ങളെ ആദരപൂർവ്വം ആശംസ അർപ്പിക്കാൻ ക്ഷണിക്കുകയാണ്. സദസ്സിലുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ച ഡോക്ടർ അനുപമ മേഡം, അതുപോലെ തന്നെ ഈ പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം നടത്തി ജൈവ കൃഷിയെ സംസാരിച്ച പിന്നോട്ടം കൃഷിഭവനിലെ ജെയ്സൺ അവരുടെ ക്ലബിൻ്റെ സാരഥികളെ, സുഹൃത്തുക്കളെ, ഒരു ആശംസ പ്രസംഗം ഇവിടെ നമ്മളാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ കുറച്ച് നാളുകളായി കൃഷിയിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരാളാണ്. പ്രധാനമായും നെൽകൃഷി, അതുപോലെ വാഴ, പച്ചക്കറികൾ എല്ലാം ഞാൻ നട്ടു വളർത്തുന്നുണ്ട്. 2 വർഷക്കാലം അടാട്ട് പുത്തൻകോൾ എന്ന് പറയുന്ന പാടശേഖര സമിതിയുടെ കൺവീനറായിരുന്നു. 240ഓളം കർഷക കുടുംബങ്ങൾ അതിലെ അംഗങ്ങളായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൺവീനറായിട്ട് 2 വർഷം ഇരിക്കുമ്പോൾ 240 കർഷകർ അവരോരോരുത്തരുടെയും സ്വഭാവങ്ങൾ വ്യത്യസ്തമായിരിക്കും. കോൾ കൃഷിയെ പറ്റി പറയുമ്പോൾ ഇവിടെ നമ്മൾ ആരും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു കാര്യമാണത്. അതിൻ്റെ കോൾപ്പാടങ്ങൾ നിറയെ വെള്ളം മൂടിക്കിടക്കുന്ന ഒരവസ്ഥയാണ് ആദ്യം. കടലും കായലും പോലെ പരന്നു കിടക്കുന്ന കോൾപ്പാടങ്ങളിലെ വെള്ളം അതിൻ്റെ ഓവുകളൊക്കെ അടച്ചതിന് ശേഷം പുറത്തേക്ക് ആ പാടത്തെ വെള്ളം മുഴുവൻ 1 മാസക്കാലം 50-60 HP മോട്ടോറുകൾ ഉപയോഗിച്ച് 110 HP മോട്ടർ അറ്റ് എ ടൈമിൽ വർക്ക് ചെയ്യണം. അങ്ങനെ 1 മാസം വർക്ക് ചെയ്തതിലാണ് ആ കോൾപ്പാടത്തെ വെള്ളം മുഴുവൻ പുറത്തേക്ക് പോവുക.
അതിന് വലിയൊരു സ്ലൂസും അതുപോലെ 6 ചെറിയ ഓവുകളും, ചെറിയ ഓവുകൾ എന്ന് പറയുമ്പോൾ ഒരു 16 മീറ്റർ വെള്ളം പോകുന്ന അത്രയും വലിപ്പമുണ്ടായിരിക്കുന്ന ഓവുകളാണ്. അങ്ങനെ ഓവുകളിൽ കൂടെ വെള്ളം നമ്മൾ അകത്തേക്ക് കടത്തുകയും അതോടൊപ്പം നമുക്ക് കൃഷിക്ക് ആവശ്യമായ സമയങ്ങളിൽ വെള്ളം അകത്തേക്ക് കടത്തും. ആ വെള്ളം കുറച്ച് കഴിഞ്ഞാൽ എല്ലാ കണ്ടത്തിലും നിറഞ്ഞു കഴിഞ്ഞാൽ ആ വെള്ളം അപ്പം തന്നെ പുറത്തേക്ക് അടിച്ചു കളയും. പ്രത്യേക കൃഷി രീതിയാണ് കോൾപ്പാടങ്ങളിൽ. നമ്മൾ ശരിക്കും കണ്ട് പഠിക്കുക വേണം. അതുപോലെ നമ്മൾ നെല്ല് വിളവിറക്കുന്ന സമയത്ത് 2 ആഴ്ച മുൻപ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുമ്മായം എടുത്ത ഒരു സ്ഥിതിയുണ്ട്. അതിന് മുമ്പ് പുല്ലെടുക്കണം, വലപ്പുകൾ വയ്ക്കണം. ഇതൊക്കെ 2 ആഴ്ച കൊണ്ട് എല്ലാ പരിപാടികളും കഴിഞ്ഞ് അതിൽ നെല്ലിറങ്ങി കഴിഞ്ഞാൽ, അതിൽ വില കഴിഞ്ഞാൽ പിന്നെ 20 ദിവസം അത് ഉണക്കിയിടും. കോൾപ്പാടം മുഴുവൻ വെള്ളം വറ്റിച്ച് ഉണക്കിയിടുമ്പോൾ ഈ നെല്ല് മുഴുവൻ മുളച്ച് വരും. നെല്ല് മുളച്ച് ഏകദേശം ഒരു നമ്മുടെ ഈ കൈത്തണ്ടയുടെ തലക്കീഴൊക്കെ എത്തുമ്പോൾ അതിൽ പുല്ല് കളമൊന്നുണ്ടാവും, കുറേ കളകളുണ്ടാവും. ഈ കളയ്ക്ക് മരുന്നുകളുണ്ട്. ഈ കള മരുന്നടിച്ച് കഴിഞ്ഞാൽ ഈ കള മാത്രമേ പോകുള്ളൂ. അതിന് പ്രത്യേക മരുന്നുകളുണ്ട്. ആ കള മരുന്നടിച്ച് ഒരു 4 ദിവസം കഴിഞ്ഞാൽ നമ്മൾ വെള്ളം ഇറക്കും. വെള്ളം ഇറക്കി ഈ മരുന്നുകൾ മുഴുവൻ പുറത്തേക്ക് അടിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ ഇറക്കിയിട്ടുള്ള കുമ്മായം അതിലേക്ക് എടുത്ത് നീറി അതിൻ്റെ പുളിയൊക്കെ പൊട്ടി വന്നിട്ടുണ്ടാവും. ഈ നെല്ലിൻ്റെ മുകളിൽ വെള്ളം ഇറക്കാന്ന് പറഞ്ഞാൽ നെല്ല് മൂടും. നമ്മൾ 20 ദിവസം ഈ നെല്ല് ഉണക്കി ഇട്ട് കഴിഞ്ഞാൽ, പാടം ഉണക്കി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇറക്കുമ്പോൾ വെള്ളം ഈ നെല്ലിൻ്റെ മുകളിൽ വരണം. അത്രയും വെള്ളത്തിന് ക്വാണ്ടിറ്റി കയറ്റി അതോടൊപ്പം തന്നെ ഇതിൻ്റെ പൊടി മുഴുവൻ പൊന്തിപ്പോയി. ഈ പൊടി പൊന്തിപ്പോന്ന് കഴിഞ്ഞാൽ 5 ദിവസം കഴിഞ്ഞ് ഈ വെള്ളം മുഴുവൻ പുറത്തേക്ക് അടിച്ച് കളയും. അപ്പോൾ പിന്നെ അടുത്ത് വളം ചെയ്യാനുള്ളൊരു സംവിധാനമാണ്. അപ്പോൾ 25 ദിവസം കഴിഞ്ഞാൽ ആദ്യത്തെ വളം കൊടുക്കും. ആദ്യത്തെ വളം കൊടുത്ത് അടുത്ത 20 ദിവസം കഴിഞ്ഞാൽ 25 ദിവസം നമ്മൾ കാത്തിരിക്കണം. 20 ദിവസത്തിനും 25 ദിവസത്തിനും ഇടയ്ക്ക് അടുത്ത വളം കൊടുക്കും. അപ്പോൾ എന്താ, 2ാമത്തെ വളത്തിന് മുൻപ് കുറച്ചെങ്കിലും കുമ്മായം കൊടുക്കും. അപ്പോൾ ഈ കുമ്മായം കൊണ്ട് 2 പ്രാവശ്യം കുമ്മായം കൊടുക്കും. അപ്പോൾ കോൾപ്പാടത്തെ കൃഷി എന്ന് പറഞ്ഞാൽ പ്രത്യേക കൃഷിയാണ്. നമ്മളതിനോട് ഇഴുകി ചെയ്യണം. ഞാനിപ്പോൾ ഒരു 20 വർഷത്തോളം കഴിഞ്ഞു അവിടെ കോൾപ്പാടത്തെ കൃഷി തുടങ്ങിയിട്ട്. അപ്പോൾ അത് നമ്മൾ നോക്കി കണ്ട് പഠിച്ചാലാണ് കോൾപ്പാടത്തുള്ള കാര്യങ്ങൾ അറിയാം. അതുപോലെ വാഴയുടെ കാര്യം നമ്മൾ ഒരുവിധ മൊഴികളൊക്കെ ഈ വർഷം വാഴ വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്താ വെച്ചാൽ ഓണത്തിന് വാഴയ്ക്ക് കായ്ക്കും വില കുറഞ്ഞു. അതുകൊണ്ട് തന്നെ ഓരോ വീടുകളിലും 1-2 വാഴകൾ വെച്ച് അവർക്കുള്ള ഓണത്തിനുള്ള വാഴ കായ അവർക്ക് വീടുകളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ വർഷം വളരെ കുറച്ച് കാശാണ്, 40 രൂപ 50 രൂപയാണ് 1 കിലോ കായക്ക് വർഷം കിട്ടിയത്. അപ്പോൾ സാധാരണ 80 രൂപയോളം നമുക്ക് കിട്ടാറുണ്ട്. അതിൽ നിന്നൊക്കെ താഴേക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നതാണ് ജനങ്ങൾ സ്വയം കൃഷി ചെയ്യാൻ അവർ ശീലിച്ചു പോയി. അപ്പോൾ അതൊക്കെ വളരെ നല്ല കാര്യമായിട്ട് തോന്നുന്നു. മേഡം പറഞ്ഞ പോലെ കറിവേപ്പില നമ്മൾ എല്ലാവരും പറയുന്നൊരു വാക്യമുണ്ട്, കറിവേപ്പില പോലെ എടുത്ത് കളയുക. അപ്പോൾ ഈ കറിവേപ്പില എടുത്ത് കളയാതിരിക്കാൻ ഞാൻ എൻ്റെ വീട്ടിൽ അത്യാവശ്യം ഈ കുക്കിങ്ങൊക്കെ ഞാൻ ചെയ്യും. ഞാനും അടുക്കളയിൽ കുറച്ച് അത്യാവശ്യം കാര്യങ്ങൾ ചെയ്യണം. ഞാൻ ചെയ്യുന്നത് ഈ കറിവേപ്പില 4 കഷ്ണം മുറിച്ച് നമുക്ക് എടുത്ത് കളയുന്നില്ല. അത് നമ്മുടെ ഭക്ഷണത്തിനൊപ്പം അത് കഴിക്കാൻ പറ്റും. അപ്പോൾ അത് തന്നെ നമ്മൾ ഈ കുട്ടാലിൽ വറുത്തിടുമ്പോൾ അതിലിട്ട് കഴിഞ്ഞാൽ അത് വളരെ ചെറുതാവുമ്പോൾ നമുക്കത് കഴിക്കുന്ന രീതിയിലേക്ക് അത് എത്തും. അതൊക്കെ വളരെ നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റണം. മുരിങ്ങക്കായൊക്കെ എപ്പോഴും ഞാൻ വൈകുന്നേരം മുരിങ്ങക്കായ ഉപ്പേരി വെക്കുകയാണെങ്കിൽ എനിക്ക് ചോറുന്നില്ല, മുരിങ്ങക്കായ തന്നെ കഴിക്കുക, ആ ഉപ്പേരി മാത്രം കഴിക്കുക. അപ്പോൾ അങ്ങനെ നമ്മുടെ കുട്ടികൾ ശീലിക്കില്ല. എൻ്റെ കുട്ടികൾ കഴിക്കില്ല. കുട്ടികൾക്കൊന്നും അത് പറ്റില്ല. അവരെ വേറെ എന്തെങ്കിലും മുട്ടയുണ്ടെങ്കിൽ അത് ശരിയാക്കി അവർ കഴിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കഴിക്കും. അല്ലാതെ മുരിങ്ങയുടെ ഇല കഴിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികൾക്ക് വളരെയധികം അലർജി ഉണ്ടാക്കുന്ന ഒരു സംവിധാനമാണ്.
എവിടെ കുടിയൊക്കെ ഞാൻ പിടിച്ചോണ്ട് ഞാൻ എവിടെയും പറമ്പിട്ടടി അവിടെയൊക്കെ ഞാൻ 2-3 സ്ഥലത്ത് പാടത്തെടുത്തിട്ടുണ്ട്. പാടത്തെടുത്തിട്ടാണ് അധികം ഞാൻ കൃഷി ചെയ്യുന്നത്. നെല്ല് മാത്രമാണ് എൻ്റെ സ്വന്തമായിട്ടുള്ളത്. അപ്പോൾ ഈ പാട കൃഷിയുടെ എല്ലാ സ്ഥലത്തും ഞാൻ എപ്പോഴും ഒരു 10 തറിയെങ്കിലും എൻ്റെ ചുറ്റും ഞാൻ വെച്ചിരിക്കും. അപ്പം എൻ്റെ ആവശ്യത്തിനുള്ള കുടിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവരും. അപ്പോൾ അത് അധികം ഞാനും അമ്മയാണ് കഴിക്കുക. പിന്നെ വൈഫ് പലപ്പോഴും ഞാൻ ചീത്ത പറഞ്ഞ് കഴിക്കും. കുട്ടികൾ ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ല, അവർ കഴിക്കില്ല. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. വളരെയധികം നല്ല രീതിയിൽ ഇങ്ങനെയുള്ള കൃഷി ക്ലബ്ബുകൾ ഉണ്ടാവുന്നത് നല്ലതാണ്. ഇതിപ്പോൾ ക്ലബിൻ്റെ രീതിയിൽ ക്ലബിൻ്റെ ഞാൻ വന്നപ്പോൾ പാപ്പോഴും ഞാൻ ചോദിച്ചു, പാപ്പേ ഇവിടെ എത്ര ക്ലബ്ബ് മെമ്പേഴ്സ് ഉണ്ട്? 250ഓളം ക്ലബ്ബ് മെമ്പേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു മിനിമം ഒരു 25-10% ആളുകൾ ഇവിടെ വരണം. അതിനുള്ള തയ്യാറെടുപ്പിന് ക്ലബ്ബ് നടത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും എല്ലാ മീറ്റിംഗും വരുന്നില്ല, അല്ലെങ്കിൽ എല്ലാ യോഗത്തിന് വരണ്ട. കുറച്ചാളുകളെങ്കിലും ഇതിലേക്ക് താല്പര്യപൂർവ്വം കൊണ്ടുവരണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുപോലെ കൃഷിഭവനിൽ ഏത് തരം വിത്തുകൾ വന്നാലും തൈകൾ വന്നാലും എന്നെ വിളിക്കുമെന്ന് പറയുന്നു. അപ്പം എൻ്റെ പരിചയമുള്ള ആളുകൾക്ക് മുഴുവൻ ഞാൻ തന്നെ എടുത്തു കൊടുക്കുക. ഞാൻ ആരെയും അതിനെ വിളിച്ച് വരുത്താൻ അധികം നോക്കിയിട്ട് വരികയാണെങ്കിൽ വരട്ടെ, അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ കൊണ്ടുവരും. അവരുടെ തൈകൾ ഞാൻ കൊണ്ടുപോകും. അപ്പം അത്രയും നമ്മൾ അതിനോട് പ്രോത്സാഹിപ്പിക്കുകയാണ്. അതുപോലെ ഞങ്ങളുടെ അസോസിയേഷൻ്റെ ഒരു വർഷം കേരള സംസ്ഥാനത്തിൻ്റെ മട്ടുപ്പാവ് കൃഷിക്ക് ഞങ്ങളുടെ അസോസിയേഷനാണ് പ്രസിദ്ധിക്കുന്നത്. അപ്പം അതിന് നമ്മൾ മുൻകൈ എടുക്കുക. ഓരോ വീടുകളിലും ഗ്രോ ബാഗ് കൊടുക്കുന്നതിനും ആ ഗ്രോ ബാഗിൽ എന്തൊക്കെ വയ്ക്കുന്നുണ്ടെന്ന് നമ്മൾ അന്വേഷിക്കുന്നതിലൊക്കെ നമ്മളൊന്ന് ഇറങ്ങണം. മോണിറ്ററിംഗിൽ ഒന്നും നടക്കില്ല. അതുപോലെ തൊട്ട അയൽപക്കത്തുള്ള ഒരു അസോസിയേഷനാണ് ഒരു വർഷത്തെ ക്ലബുകൾക്കുള്ള അയൽക്കൂട്ടങ്ങൾക്കുള്ള ഒന്നാം സമ്മാനം മൈക്ക് കൂടത്. അപ്പോൾ നമുക്കിവിടെ കൃഷിക്ക് ആളുകളുണ്ട്, പ്രോത്സാഹിപ്പിക്കാൻ നമ്മൾ തയ്യാറാവണം. അതിന് കുറച്ച് ആളുകൾ തയ്യാറായാൽ മതി. എന്ത് കാര്യത്തിൽ വിളിക്കുകയാണെങ്കിൽ ഞാനുണ്ടാവും. എനിക്ക് സമയമുണ്ട്, സമയത്തിന് ഒരു കുറവില്ല. സമയമില്ല എന്ന് പറയുന്ന ആളുകളൊക്കെ വെറുതെ പറയുന്നതാണ്. വൈകുന്നേരം ഞാൻ ഇന്ന് കാലത്ത് 1.5 മണിക്കൂർ ഇരുന്നിട്ടാണ് എൻ്റെ കൃഷി തോട്ടത്തിനെ മുഴുവൻ കുട്ടി വിളിച്ചാണ്. പക്ഷെ എനിക്ക് സമയം ഉണ്ടാക്കാൻ എനിക്ക് പറ്റണം. അങ്ങനെ സമയം ഉണ്ടാക്കാൻ പറ്റുന്ന ആളുകളുണ്ട്. പക്ഷെ അവർക്ക് സമയം ഉണ്ടാക്കിയിട്ട് അവർ ആ സമയത്ത് കുറച്ച് നേരം ടി വി കണ്ടിരിക്കും. പക്ഷെ ടി വി കാണാൻ കുറച്ച് ആവശ്യത്തിന് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യം ക്യാൻസർ ഇല്ലാതെ നമുക്ക് മരിക്കാം. അല്ലെങ്കിൽ ക്യാൻസർ വന്ന് നമുക്ക് മരിക്കേണ്ട ഒരവസ്ഥ വരും. എല്ലാം ഈ യോഗത്തിന് ഒരു ആശംസ അർപ്പിക്കുന്നതിനെ ക്ഷണിച്ച ഇതിൻ്റെ ഭാരവാഹികളോട് പ്രത്യേകം നന്ദി പറഞ്ഞു. നമസ്കാരം. വൈസ് പ്രസിഡന്റ് എല്ലാവർക്കും നമസ്കാരം. പിന്നെ നമ്മൾക്ക് നമ്മുടെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ മാഡം നമ്മളെ കൂടുതലായിട്ട് നമ്മുടെ കൃഷിയെ കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞു തന്നത് നമ്മുടെ ഈ കണ്ടീഷൻസിലെ എല്ലാ വ്യക്തികൾക്കും, അതായത് നമ്മൾ കൃഷി ചെയ്യുന്ന എല്ലാ വ്യക്തികൾക്കും അതൊരു ഉപകാരപ്രദമായിട്ടുള്ള കാര്യമാണ് നമുക്ക് മാഡം കൊണ്ട് പറഞ്ഞു തന്നിട്ടുള്ളത്. നമ്മുടെ കണ്ടീഷൻസിൽ കുറേ കാർഷിക പ്രവർത്തകരെ കൃഷിയോടനുബന്ധിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഇത് നല്ല മാർഗമായിട്ട് പ്രവർത്തിച്ച് കൊണ്ടുവരാനൊക്കെ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പിന്നെ നമ്മളെ ഇത്രയും നന്നായിട്ട് നമ്മളിത് പറഞ്ഞു തന്നു നമ്മുടെ മേഡത്തിന് പ്രത്യേകം നന്ദി പറയുമോ? നമ്മുടെ ജെയിംസ് സാറ് നമുക്ക് പ്രഭാഷണത്തിന് നല്ല ഒരു പ്രഭാഷണം തന്ന നമ്മുടെ സാറ് ജെയ്സൺ സാറ് പ്രത്യേകം അഭിനന്ദനങ്ങൾ. ഞാൻ ചില കൃഷിയെ കൂടുതലായിട്ട് പക്ഷെ എന്നാലും നമ്മൾ അതിലൊക്കെ കുറച്ച് കൂടുതലായിട്ട് സംസാരിക്കും ചെയ്യാറുണ്ട്. താങ്ക് യു. ഗവൺമെൻറ് ലൈബ്രറിയുടെയും അതിൻ്റെ പരിസരത്തും
അറിയപ്പെടുന്ന ആസ്ഥാന ഗായകൻ വിനോദ് കുമാർ അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഒരു പാട്ട് പാടിക്കൊണ്ട് നന്ദി പറഞ്ഞു. ഒരു പാട്ട് പാടിക്കൊണ്ട് നന്ദി പറഞ്ഞു. ഈ പരിപാടി നീട്ടി കൊണ്ടുപോകുന്നതിൻ്റെ അർത്ഥമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു പ്രകടനം വെച്ചിട്ട് ആവശ്യത്തിന് സംസാരിക്കാൻ എന്നുള്ളൊരു പ്രകടനമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് ഇവിടെ പറഞ്ഞതും അറിഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങൾ പ്രാവർത്തികമാക്കാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ വന്ന് സംസാരിച്ച് ഞാൻ പരിധി വെച്ചിട്ടാണ് വന്നത്. അതുകൊണ്ട് തന്നെ നന്ദി പൂർണ്ണമായിട്ട് പറയാനുള്ള അർഹതയൊന്നും എനിക്കറിയില്ലെങ്കിലും നമ്മുടെ റണ്ണേഴ്സ് ലൈബ്രറിയുടെ ഒരു സാരഥ്യം എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ ഒരു ധാർമ്മികത എന്നുള്ള നിലയ്ക്ക് എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് എത്തുന്നുണ്ടായിരുന്നു. നമസ്കാരം.